around the world. Thank you very much for giving me this wonderful association. As I always tell, ഇത് കൃഷ്ണ എയർവേസ് ടിക്കറ്റാണ് എനിക്ക് വേണ്ടി. I consider this as a ticket always daily I'm getting in my hand and been reminded that daily we have to be prepared. So it is a wonderful platform. Thank you for your wonderful and excellent seva towards the Guru Maharaj and all the association. Thank you very much. അപ്പോൾ നമുക്ക് ജയരാധ മാധവായിട്ട് തുടങ്ങാം. My wife will sing ജയരാധ മാധവ്. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय राधा माधव जय कुंज बिहारी जय यशोदानंदना जय ब्रज जन रंजना जय यशोदानंदना जय ब्रज जन रंजना जय यमुना तीरवनचारी जय कुंज बिहारी जय यमुना तीरवनचारी जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ പ്രഭുജൻ മാതാജി. നമ്മൾ ഇന്ന് വായിക്കുന്നതാണ് കാൻറ്റോ 1 ചാപ്റ്റർ നമ്പർ 9 ശ്ലോക നമ്പർ 39 ശ്രീമദ് ഭാഗവതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവം നരോത്തമം ദേവീം സരസ്വതി വ്യാസം തतो ജയമുദീരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവായ ഭഗവതി ഉത്തമ സുഭക്തി ഗോസ്വാമി നഷ്ടകി. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നിത്യനാമിനി. नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नित्यनामिने. नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा शिवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे. My humble obeisances all to all the devotees who are all hearing this one. Thank you. അപ്പോൾ നമുക്ക് ശ്രീമദ് ഭാഗവതം
കാൻറ്റോ നമ്പർ 1, ചാപ്റ്റർ നമ്പർ 9, ശ്ലോക നമ്പർ 39. വിജയരഥ കുടുംബതോത്രേ ധൃതയ രശ്മിനി തക്ഷ്യക്ഷണീയ ഭഗവതിരതിരസ്തു മേ മുമോഷുർ യം ഇയ നിരീക്ഷ്യത സ്വഗത സ്വരൂപം. വിജയരഥ കുടുംബതോത്രേ ധൃതയ രശ്മിനി തക്ഷ്യക്ഷണീയ ഭഗവതിർ അസ്തു മേ മുമോഷുർ യം ഹിയ നിരീക്ഷ്യ അതാഗത സ്വരൂപം. ഇപ്പൊ ആർക്കെങ്കിലും ഈ ശ്ലോക റിസൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിജയരഥ കുടുംബ ആതതോത്രേ ഹൃദയരശ്മി തച്ഛ്രിയേക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമുർഷോർ യം ഇഹ നിരീക്ഷഹതാഗതാ സ്വരൂപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ. ഒരു മിനിറ്റ്, എന്റെ വൈഫും ശ്ലോക പറയും. ശ്ലോക. വിജയരഥ കുടുംബതോത്രേ ധൃതയ രശ്മിനി തച്ഛ്രീക്ഷിണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോർ യമീഹ നിരീക്ഷ്യ ഹതാഗത സ്വരൂപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മത്തേ ഭാവാർത്ഥം ഇതും വായിക്കാം. റെഡ് മീനിങ് വേണോ പ്രഭു? അല്ല വേണ്ട, മറ്റേ ഡയറക്റ്റ് വിവർത്തനം. ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വഴി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭുപാദ് കി ജയ്. മരണവേളയിൽ എന്റെ പരമമായ ആകർഷണം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ. വലത് കരത്തിൽ ചാട്ടവാറും ഇടത് കൈയിൽ കടിഞ്ഞാണുമേന്തി എല്ലാ തരത്തിലും അർജുനന്റെ രഥത്തെ അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ച പാർത്ഥസാരഥിയിൽ ഞാൻ എന്റെ മനസ്സ് ഏകാഗ്രമാക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന്റെ ദർശനം നേടിയവർ മരണശേഷം തങ്ങളുടെ മൗലിക രൂപം പ്രാപിച്ചു. ഭാവാർത്ഥം: അതീന്ദ്രിയ പ്രേമയുധ സേവനത്താൽ ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കയാൽ ഒരു ശുദ്ധ ഭഗവത് ഭക്തൻ ഹൃദയാന്തർഭാഗത്ത് ഭഗവത് സാന്നിധ്യം ദർശിക്കുന്നു. അത്തരം ഒരു ശുദ്ധ ഭക്തന് ഒരു നിമിഷം പോലും ഭഗവാനെ വിസ്മരിക്കുക സാധ്യമല്ല. അത്തരമൊരു അവസ്ഥയെ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് പരമാത്മാവിൽ ഏകാഗ്രമാക്കാൻ യോഗി പരിശ്രമിക്കുന്നു. അപ്രകാരം പരമമായ സമാധിയിൽ എത്തിച്ചേരുന്നു. ഭഗവാന്റെ വ്യക്തി സ്വരൂപത്തോടൊപ്പം അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ നാമം, കീർത്തി, ലീലകൾ തുടങ്ങിയ നിരന്തര ഭഗവത് സ്മരണത്തിലൂടെ ഒരു ഭക്തൻ അനായാസേന സമാധിയിൽ എത്തിച്ചേരുന്നു. ആകയാൽ ദിവ്യയോഗിയുടെ ഏകാഗ്രതയും ഭക്തന്റെ ഏകാഗ്രതയും ഒരേ തലത്തിലുള്ളതല്ല. യോഗിയുടെ ഏകാഗ്രത യാന്ത്രികവും അതേസമയം ശുദ്ധ ഭക്തന്റേത് ശുദ്ധ പ്രേമത്താലും സ്വതസ്ഫൂർത്തമായ അഭിനിവേശത്താലും സ്വാഭാവികമാകുന്നു. ഭീഷ്മദേവൻ ഒരു ശുദ്ധ ഭക്തനായിരുന്നു. അപ്രകാരം സൈന്യാധിപൻ എന്ന നിലയിൽ അദ്ദേഹം സദാ യുദ്ധഭൂമിയിലെ ഭഗവാന്റെ പാർത്ഥസാരഥി ഭാവം സ്മരിച്ചിരുന്നു. ആകയാൽ പാർത്ഥസാരഥിയുടെ ഭാവത്തിലുള്ള ഭഗവാന്റെ ലീലകളും അനശ്വരമാകുന്നു. ഭഗവാന്റെ ലീലകൾ കംസന്റെ തടവറയിലെ ഭഗവാന്റെ ജനനം മുതൽ അന്ത്യലീലയായ മൗഷല ലീല വരെയുള്ളവ ഘടികാരത്തിലെ സൂചി ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി എല്ലാ ലോകങ്ങളിലും സംഭവിക്കുന്നുവെന്ന് മാത്രമല്ല, അപ്രകാരമുള്ള എല്ലാ ലീലകളിലും ഭീഷ്മരെയും അർജുനനെയും പോലുള്ള അദ്ദേഹത്തിന്റെ സഹചരന്മാർ സ്ഥിരമായ ശാശ്വത പങ്കാളികളാകുന്നു. ആകയാൽ അർജുനന് പോലും ദർശിക്കാൻ സാധ്യമാകാത്ത ഭഗവാന്റെ സുന്ദരഭാവമായ പാർത്ഥസാരഥി രൂപം ഭീഷ്മദേവൻ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അർജുനൻ നയമഗ്ന മനോഹരമായ പാർത്ഥസാരഥി രൂപത്തിന് പിറകെയും അതേസമയം ഭീഷ്മദേവൻ പാർത്ഥസാരഥിക്ക് നേരെ മുമ്പിലുമായിരുന്നു. ഭഗവാന്റെ സൈനിക ഭാവത്തെ സംബന്ധിച്ചിടത്തോളം അർജുനനേക്കാൾ ഉപരിയായ മാധുര്യത്തോടെ ഭീഷ്മദേവൻ ഇതിനെ വീക്ഷിച്ചു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ എല്ലാ യോദ്ധാക്കളും വ്യക്തികളും മരണാനന്തരം അവരുടേതായ യഥാർത്ഥ ആത്മീയ സ്വരൂപം പ്രാപ്തമാക്കി. എന്തെന്നാൽ ആ സന്ദർഭത്തിൽ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അവർക്കൊക്കെ ഭഗവാനെ മുഖാമുഖം ദർശിക്കുവാൻ സാധ്യമായി. പരിണാമിക ആവർത്തന ചക്രത്തിൽ ചാക്രികമാകുന്ന ജലജീവികൾ മുതൽ ബ്രഹ്മാവിന്റെ രൂപം വരെയുള്ള ബദ്ധാത്മാക്കളെല്ലാം തന്നെ മായാരൂപത്തിൽ സ്വകർമ്മങ്ങൾക്ക് അനുസൃതമായി ഭൗതിക പ്രകൃതിയാൽ സമ്മാനിക്കപ്പെടുന്ന ഭൗതിക രൂപമാകുന്നു.
ബദ്ധാത്മാക്കളുടെ ഭൗതിക രൂപങ്ങളെല്ലാം തന്നെ ബാഹ്യമായ ആവരണ വേഷമാകുന്നു. മാത്രമല്ല, എപ്പോൾ ബദ്ധാത്മാവ് ഭൗതിക ശക്തിയുടെ ബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നുവോ അപ്പോൾ അവൻ തന്റെ യഥാർത്ഥ രൂപം പ്രാപ്തമാക്കുന്നു. നിർവ്യക്തികവാദികൾ ഭഗവാന്റെ നിർവ്യക്തിക സ്വരൂപ തേജസ്സിൽ വിലയം പ്രാപിക്കാൻ ഇച്ഛിക്കുന്നു. എന്നാൽ ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളായ ജീവസ്ഫുലിംഗങ്ങൾക്ക് അവ ഒരു വിധത്തിലും ഹിതകരമല്ല. ആകയാൽ നിർവ്യക്തികവാദികൾ വീണ്ടും അധപ്പതിക്കുകയും മിഥ്യയായ മായയായ ഭൗതിക രൂപങ്ങൾ ആർജിക്കുകയും ചെയ്യുന്നു. ഭഗവാന് സദൃശ്യമായ ഇരുഭുജങ്ങളോടോ അല്ലെങ്കിൽ ചതുർഭുജങ്ങളോടോ കൂടിയ ആത്മീയ രൂപങ്ങൾ വൈകുണ്ഠത്തിലെയോ ഗോലോകത്തിലെയോ ഭക്തർക്ക് അവരുടെ ആത്മാവിന്റെ യഥാർത്ഥ നൈസർഗിക ഗുണത്തിന് അനുസൃതമായി പ്രാപ്തമാകുന്നു. 100% ആത്മീയമായ ഈ രൂപം ജീവാത്മക്കളുടെ സ്വരൂപമാകുന്നു. അപ്രകാരം കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത ഇരുപക്ഷത്തെയും എല്ലാ ജീവാത്മാക്കളും ഭീഷ്മദേവൻ സ്ഥിരീകരിച്ചതുപോലെ അവരുടെ സ്വരൂപത്തെ ആർജിച്ചു. അതിനാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരോട് മാത്രം ദയുള്ളവനായിരുന്നില്ല, അദ്ദേഹം മറുപക്ഷത്തോടും ദൈവകൃപയുള്ളവനായിരുന്നു. തന്നിമിത്തം അവർക്കെല്ലാവർക്കും അതേ ഫലം പ്രാപ്തമായി. ഏതു സാഹചര്യത്തിലും ഭീഷ്മദേവന്റെ പദവി ഭഗവാന്റെ സഹചാരിയെന്ന് ഭദ്രമെങ്കിലും ഭീഷ്മദേവനും അതേ സുഖരത ആഗ്രഹിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അതായിരുന്നു. പരമദിവ്യോത്തമ പുരുഷനെ അന്തരംഗസ്ഥമായും ബഹിരംഗമായും ദർശിച്ച് വൃത്തിവരിക്കുന്ന ഒരാൾ ജീവിതത്തിന്റെ പരമപൂർണതയായ സ്വരൂപത്തെ പ്രാപ്തമാക്കുന്നുവെന്നതാണ് ദണ്ഡനിർണയം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു വെരി മച്ച് മാതാജി, താങ്ക് യു. ഇവിടെ തുടക്കം തന്നെ ഫസ്റ്റ് ലൈൻ തന്നെ എന്താ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ലേഷനിൽ വെച്ചാൽ അറ്റ് ദ മൂമെന്റ് ഓഫ് ഡെത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാവാണ്. ഡെത്ത്, അനായാസ മരണം, നമ്മള് എപ്പോഴും ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അനായാസ മരണം വിനാ ദൈന്യ ജീവനം ദേഹിമേ കൃപയാ കൃഷ്ണ ത്വയ് ഭക്തി അചഞ്ചലാം. ഇതെന്താണെന്ന് വെച്ചാല് നമ്മളൊരു മഹാരാജ് എപ്പോഴും കോട്ട് ചെയ്യണ വർഷാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ നമ്മളെ ഡെത്ത് എന്തായാലും വരും, നമുക്ക് മരണം നിശ്ചയമാണ്, അതിൽ ഒരു മാറ്റമില്ല. അതിൽ നമ്മളെ ഇറ്റ് മൈറ്റ് ബി അത് ഏതെങ്കിലും മാസത്തിന്റെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഡിസംബർ വരെയുള്ള ഏതെങ്കിലും ഒരു മാസത്തിലാവും. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ ഉള്ളിൽ നമ്മളെ മരണം തീർച്ചയാണ്. പക്ഷെ നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടനുസരിച്ച് നമുക്ക് ഈ ഭയങ്കര ക്രൂരലായിട്ടുള്ള മരണം ഭഗവാന്റെ അടുത്ത് നമുക്ക് പേടിയാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഈസി ഡെത്ത് തരാൻ വേണ്ടി. ഭഗവാനെ മരിക്കണം ഷുവറാണ്, ഞങ്ങൾ മരിക്കാൻ റെഡിയാണ്. പക്ഷെ നമുക്ക് വേദനകളായിട്ട് ഭയങ്കര പേടിയാണല്ലോ. അപ്പൊ നമുക്ക് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കാനല്ല, നമുക്ക് വാട്ട് എവർ വി ക്യാൻ ഡു ഇസ് ഓൺലി വി ക്യാൻ പ്രേ. നമുക്ക് വേറെ ഭഗവാന്റെ മുന്നിൽ ഉത്തമ ശ്ലോകം ഒഴിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഡോണ്ട് ഹാവ് any other things that we can go and ask in front of God. We don't have any power, നമ്മൾ ഭഗവാന്റെ മുന്നിൽ പവർലെസ് ആണ്. നമ്മൾ മാത്രം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി നമ്മളെ മൊബൈൽ രാവിലെ ചാർജ് ചെയ്യുന്ന മാറി ഇത് നമുക്ക് ചാർജ് ചെയ്യാം. അല്ലാണ്ട് അതും ചാർജ് എങ്ങനെ ചെയ്യാം? നമുക്ക് പ്രാർത്ഥനയോടാണ് നമ്മൾ ചാർജ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ ചാർജ് ചെയ്യാണ്, നമ്മളെ വി ആർ ചാർജിങ് അവർ സെൽഫ്. അപ്പൊ നമുക്ക് ഈ അനായാസായ മരണം, വിനാദേഹി ദേഹനം പറഞ്ഞ ജീവനം, നമുക്ക് ഈ മരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മരണം തരരുത്. അപ്പൊ ഇത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വി ക്യാൻ ബിഗിൻ അവർ ഡേ. ബിക്കോസ് നമ്മൾ മിലിറ്ററിയിൽ യുദ്ധം ചെയ്യണ മാതിരിയാണ്. ഡെയിലി രാവിലെ യുദ്ധത്തിന് പോണു, തിരിച്ചു വരോ, അന്ന് രാത്രി നമ്മളെ വീട്ടുകാരുടെ കുടുംബത്തെ പദം വിപ്പതാം, നമ്മൾ ഏത് നിമിഷം നമ്മൾ പോയിരിക്കും. ഇപ്പൊ ആളുകൾക്ക് ഒരു ചർച്ചയാണ്, പ്ലെയിനിന്റെ ഉള്ളിൽ പോയ ഭയങ്കര പേടിയാണ്. പക്ഷെ വാട്ട് അബൌട്ട് ദ പേഴ്സൺ ഹു വാസ് ഇൻസൈഡ് ദ ബിൽഡിംഗ്? What about inside the building? They were eating food and sitting in അവരുടെ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ ഡോക്ടേഴ്സ്മാർ ഇരിക്കുകയായിരുന്നു. അവർക്കും അവരുടെ സമയമാകുമ്പോ പോണ്ടി വന്നു. പ്ലെയിൻ മാത്രം ഒരു നിമിത്തമാണ്. ബട്ട് ദ ഗോയിങ് ഇസ് ദേർ. we cannot stop this all providences. ഭഗവാന്റെ ഒരു നിശ്ചയങ്ങൾ അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ പല കാരണങ്ങൾ പറയാം. പക്ഷെ end of the day, God is the one. Krishna മാരെ തോ രാക്കെ കോൻ, കൃഷ്ണ രാക്കെ തോ മാരെ കോൻ. കൃഷ്ണ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. വേണമെങ്കിൽ he would have saved everybody. So we have to see in that only by but it is difficult for outsider to think that,
But as a devotee and all, we can think that everything is planned by Krishna. Krishna വിചാരിക്കേണ്ട ഒരു ഇല നീങ്ങില്ല എന്ന് പറയുന്നത്. Without the will of the Lord, not even a grass, blade of the grass moves, you know. നമ്മളെ ഒരു ഇലയും നീങ്ങില്ല ഭഗവാന്റെ പെർമിഷൻ ഇല്ലാണ്ട്. അത്ര സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അതെല്ലാം. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ തന്നെ തുടക്കം തന്നെ ഭീഷ്മദേവ് പറയണത് എന്താണെന്ന് വെച്ചാല് ഇതാണ്. അപ്പൊ പിന്നെ നമുക്ക് മതയും പ്രഭു നമുക്ക് കേൾക്കേണ്ട, നമുക്കിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഭീഷ്മദേവ് ഇസ് സച്ച് എ എക്സാൾട്ടഡ് ഡിവോട്ടി ദാറ്റ് ഇവര് ഇപ്പൊ ഇത് ഏത് സമാധിയിലായിരിക്കണം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ ഈ മരണത്തിലെ എയറോയിൽ ഇരിക്കണത്, അമ്പില് ഏത് സമാധിയിലാണ് അവരിയ്ക്കുന്നത്? ഇപ്പൊ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശർശയിൽ ഇരിക്കുന്ന ഒരു സമാധിയാണ്. ഇപ്പൊ ഏത് സമാധിയിലാണ്? മനസ്സിലായില്ലേ ബ്രോ? നമ്മളെ ഇപ്പൊ ഈ ഭീഷ്മദേവ് ഏത് സമാധിയിലാണ് ഉള്ളത്? ഇപ്പൊ യോഗി. ഓക്കെ, ഇത് നിർവികൽപ സമാധി. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം 1:9:43. ഇതാണ് ഇപ്പൊ ഭഗവാൻ ഇതാണ് ഭീഷ്മദേവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അവിടെ കിടന്നിട്ട് ഭഗവാന് അതന്നെ പറഞ്ഞില്ല. ഭഗവാൻ ആദ്യം തന്നെ ശ്രീ ഭീഷ്മദേവ് പ്രാർത്ഥിക്കുന്ന എന്താണ്? അവിടെ ഫസ്റ്റ് ശ്ലോക നമ്മള് ഭീഷ്മ സ്തുതിയിൽ എന്താണ് ഭീഷ്മദേവ് പ്രാർത്ഥിക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ് ശ്ലോക? ശ്രീ മതി രൂപ കൽപിതാ വിഷ്ണ ഭഗവതി സാത്വത്തെ പിംഗവേ വിഭൂനി സ്വസുഖം ഉപാഗതി ക്വചിത് വിഭൂതിം പ്രകൃതി ഉപേയുഷേ യത് ഭവ പ്രഭാവ. അതിൽ എന്താണ് ഭവ പ്രഭാവം? എന്താണ് അത്? Bhishmadev said that let me now invest my thinking, feeling and willing which were so long engaged in the different subject and occupation duty. ഇത് എന്റെ തിങ്കിങ് വേറെ മെറ്റീരിയൽ ഇതിലായിരുന്നു. ഇപ്പൊ ഇതിനെ കൊണ്ടുവരാണ് ഇവിടേക്ക്, ഭഗവാന്റെ ഇതിലേക്ക് പറയാണ് ലെറ്റ് മീ ബ്രിങ്. അപ്പൊ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോ നമ്മളെ അവസ്ഥ എന്താ? ഇപ്പൊ ഇവിടെ ഇതന്നെയാണ് നമ്മളെ ലൈഫ്. നമുക്ക് ഈ ശ്ലോകേനെ നമുക്ക് മാതാജി പ്രഭുജി ഇതിൽ എല്ലാവരും എക്സലന്റ് ആയിട്ടുള്ള ഡിവോട്ടീസുകൾ ക്ലാസ് എടുത്തു, ലെക്ചർ എടുത്തു ഫ്രം ഈച്ച് ആൻഡ് എവ്രി വൺ. Not to name like each and everyone, whatever they അവര് എല്ലാരും പഠിച്ചിട്ട് അവരെല്ലാരും അവരെ റിയലൈസേഷൻ തന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ സോ ഇറ്റ് വാസ് ഓൾ വണ്ടർഫുൾ റിയലൈസേഷൻ. നമുക്ക് മനസ്സിലായി അവർക്ക് ഭീഷ്മദേവന് 3 ഗുരു ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് അവരുടെ ഗുരുവായിട്ട് ഫൈറ്റ് ചെയ്തു. ഇങ്ങനെ പിന്നെ ഇന്നലത്തെ പ്രഭുജി ലെക്ചർ എടുത്തപ്പോൾ അവരുടെ ഏജ് മനസ്സിലാക്കിയിരുന്നു 450 years. പിന്നെ അങ്ങനെ നമുക്ക് എല്ലാം പല ഇൻഫർമേഷൻസ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ സി ഈസ് സച്ച് എൻ എക്സാൾട്ടഡ് പേഴ്സണാലിറ്റി. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുക? ദാറ്റ് ഈസ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ക്ലാസ് എടുത്തു, നമ്മൾ ക്ലാസിന്റെ ഉള്ളിൽ മനസ്സിലാക്കി, പ്രഭുകളെല്ലാം പറഞ്ഞു ദേ ആർ ഗെറ്റിംഗ് പ്യൂരിഫൈഡ്. ബട്ട് ദ ഹിയറേഴ്സ് നമുക്ക് ഇതിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതിന്റെ ഉള്ളിൽ നമുക്ക് എനി വൺ it is not complete. If you do it, find anyone. ഇപ്പൊ നമുക്ക് തുടക്കം തന്നെ നമ്മൾ കേൾക്കാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഭീഷ്മ മഹാരാജ് ഇത് കണ്ണുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മ മഹാരാജ് പറയണത് എത്ര ഗ്രേസിയസ് ആണ്. കൃഷ്ണ എന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. കൃഷ്ണൻ ഞാൻ പോകുമ്പോ എന്റെ മുന്നിൽ കൃഷ്ണൻ വന്നിരിക്കുകയാണ്. മാതേൻ പ്രഭു, നമുക്ക് എങ്ങനെയാണ് കൃഷ്ണൻ? നമ്മൾ അത്രയ്ക്ക് ആണോ നമ്മളെ മുന്നിൽ ഭഗവാൻ? നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മളെ മുന്നിൽ ഭഗവാൻ വരും? നമ്മള് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എത്തിയതിനില്ല, ഇങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ വന്ന്. അപ്പൊ നമ്മൾ ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഉള്ളില് നമുക്ക് ഇതിന്റെ ഉള്ളില് ഭയങ്കര വലിയൊരു റോള് പ്ലേ ചെയ്യാനാണ് ഡിവോട്ടീസുകള് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ വി കനോട്ട് എനി ടൈം ഇഗ്നോർ ദം. നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഒരു ഡിവോട്ടികളും വി കനോട്ട് പിന്തള്ളാൻ പാടില്ല. ഇന്ന ഡിവോട്ടി ഇന്ന രീതിയിലാണ്, ഇവര് ലോവർ ഗ്രേഡ് ആണ്, ഞാൻ ഉത്തമ ഇതിൽ എത്തിയിരിക്കുകയാണ്, നമ്മള് മധ്യം അധികാരിയാണ്, അല്ലെങ്കിൽ ഈ ഭക്തിയുടെ ഗ്രേഡ് ഒന്നും കൊടുക്കാൻ നമുക്ക് വി ആർ നോട്ട് caliber, because we need each and every devotee. The reason is that നമ്മള്
പ്രഭുപാദ് ഒരു ലെക്ചറിൽ പറയണത്, നമ്മൾ ഭക്തന്മാരുടെ അടുത്ത് പോയിട്ട് ഭിക്ഷ ചോദിക്കണ മാതിരിയാണ് നമ്മൾ ചോദിക്കേണ്ടത്, നമുക്ക് ഭക്തി തരാൻ വേണ്ടിയിട്ട് ഭിക്ഷ ചോദിക്കണ മാതിരി. That is what Prabhupada is telling. You just imagine. ഭിക്ഷ ചോദിക്കുന്ന മാതിരിയാണ് നമ്മൾ അഭിഷേക. We have to ask, for their what you tell is their mercy on us, to give their mercy. Bhiksha. So why is that? You see, when Parikshit Maharaj is leaving this world, what is Parikshit Maharaj എന്താണ് പറയണത്? പരീക്ഷത് മഹാരാജിന് മനസ്സിലായി പരീക്ഷത് മഹാരാജ് ഈ ലോകം വിട്ടുപോകുമ്പോ ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് പരീക്ഷത് മഹാരാജ് എല്ലാരും ആരും ചോദിച്ചു പരീക്ഷത് മഹാരാജ് എങ്ങനെയാണ് വിട്ടുപോയത്? ഫസ്റ്റ് തിങ് പീപ്പിൾ വിൽ പാമ്പ് തക്ഷക പാമ്പ് കടിച്ചു. പരീക്ഷത് മഹാരാജ് അതിന് മുന്നേ പ്രിപ്പയർ ആയി. ഫസ്റ്റ് തിങ് ഹി ടോൾഡ് ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ഐ എം ഗോയിങ് ടു ഫാസ്റ്റ് അൺടിൽ ടു ദ ഡെത്ത്. ഹി ഡിക്ലെയർഡ് ഹിംസെൽഫ് ഐ എം ഗോയിങ് ടു ഫാസ്റ്റ് അൺടിൽ ടു ദ ഡെത്ത്. നമ്മൾ അദ്ദേഹത്തിന് മരണമില്ല എന്ന് അദ്ദേഹം മനസ്സിലായി. ശരീരമല്ലേ പോകുന്നുള്ളൂ, ആത്മാവ് പോകുന്നില്ലല്ലോ, ആത്മാവിന് മരണമില്ലല്ലോ എന്ന് മനസ്സിലാക്കി. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ അവര് ഞാൻ എന്താ ഫാസ്റ്റിംഗ് ഒക്കെ ഫാസ്റ്റിംഗ് ടിൽ ഡെത്ത് അവര് ഡിക്ലെയർ ചെയ്തു, ഞാൻ ഇത് പോവാൻ തയ്യാറായിരിക്കാൻ. ഉപവാസം ചെയ്ത് 7 ദിവസം മരണത്തിന് ഇത് കീഴടങ്ങി അവര് റെഡിയാണ്. അവര് തന്നെ പ്രിപ്പയർ. പിന്നെ അതും അവര് പറയണ ഇത് ഗുഡ് ലക്ക് ആണ്. അതിന് ഒരു ശ്ലോകം മുന്നേ പറയണ ഇത് ഗുഡ് ലക്ക് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യണത്. യു ജസ്റ്റ് ഇമാജിൻ അവരുടെ പൊസിഷൻ. നമ്മളെ മരണം വരുമ്പോൾ നമ്മൾ ഗുഡ് ലക്ക് ആയിട്ട്, നമുക്ക് എത്ര വയസ്സായാലും നമ്മൾ ഒരു സാധനം, ഈ പരീക്ഷിത് മഹാരാജ് പിക്ചർ തന്നെ പ്രഭുപാദം പിന്നെ എല്ലാം ഡിവോട്ടി എല്ലാ ആചാര്യന്മാരെ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പിക്ചർ. അവർ ഒരു രാജാ കുടുംബത്തിലുള്ള കിരീടം ഉള്ള ഒരാള്, ഒരു കിങ്, ഒരു രാജാവ്, അവരുടെ കണ്ടീഷൻ എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്? ബുക്കിലെ ചട്ടയിലെല്ലാം അത് തുണിയില്ല, ഒരു സിംഗിൾ തുണി ഇട്ടിട്ടാണ് അവർ ഇരിക്കുന്നത്. അല്ലാണ്ട് അവരെ രാജഭരണം എല്ലാം ഇട്ടിട്ടല്ല ഇരിക്കുന്നത്. ഇതേമാതിരി നമ്മൾ യുധിഷ്ഠിരൻ മഹാരാജിനെയും കണ്ടു. ഭഗവാൻ രാമ നമ്മളെ കാണിച്ചു തന്നു. അവര് വീട്ടിൽ നിന്ന് അവരെടുത്ത് അവരുടെ അച്ഛൻ പറഞ്ഞു പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ എന്താണ് അവര് ആദ്യം തന്നെ വസ്ത്രം അറിഞ്ഞ് അവരുടെ ആർ വി റെഡി ഫോർ ദിസ്? നമ്മൾ ഈ പൊസിഷനിൽ റെഡി ആണോ? ആദ്യം നമുക്ക് അതാണ് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം നോളജ് ഉണ്ട്, പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. ഡു വി നോ ദാറ്റ് വാട്ട് ഇതാണ് ഇത് പഠിപ്പിക്കുന്നത്? ഇവിടെ ഈ സ്റ്റേജിൽ നമ്മൾ റെഡി ആവുമ്പോഴാണ് ഇവിടെ പറയണത് ഭഗവാൻ അർജുന അമ്പടിക്കുമ്പോ അവിടെ എല്ലാം പ്യൂരിഫൈ ആവാണ്, അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാണ്. എന്താണ് കാരണം? അനന്യ ചിന്തയന്തോ മാം ഏ ജന പരിപാസത്തെ തേഷാഭിനുക്ത യുക്താനാം യോഗം ക്ഷേമം മാമ്യം. When does Bhagwan give protection? 9.22. The moment when we think about the Lord. അല്ലാണ്ട് ഭഗവാൻ നമ്മളെ ഒന്നും ചെയ്യാണ്ട് ഭഗവാൻ വന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തരും, എനിക്ക് ക്ഷേമം തരും, ഭഗവാൻ എന്നെ വഹാമ്യം, ഭഗവാൻ എന്നെ ക്യാരി ചെയ്യും. No. This is not going to happen. ഇത് മാത്രം പിന്നെ ഈ കുറെ പണ്ഡിതന്മാര് കുറെ ശ്ലോക പറയുമ്പോ ഇരുന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് പറയാം. But the realization is not this, The realization is that we each and everyone are prepared for വൈരാഗ്യക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റേജ് ഈ ശ്ലോകേന്ന് ഇപ്പൊ മരിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നല്ല സ്ഥലം നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കും. എല്ലാം നമ്മളെ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം നമ്മൾ മരിക്കുന്ന സമയം വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരണത്തിനും നമുക്ക് നമ്മളെ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമാണ് നോക്കണത്. ഇപ്പൊ നമ്മളെ ഗുരു മഹാരാജ് അമ്പലം ഉണ്ടാക്കുമ്പോ ദ്വാരക അമ്പലം ഉണ്ടാക്കുമ്പോ ചെറിയൊരു കുട്ടിയുടെ ഉള്ളിലാണ് പോയിട്ട് താമസിച്ചിട്ട് ആളുടെ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. പ്രഭുപാദ് ഇവിടുന്ന് പോണത് മലേച്ചയും ഇവരുടെ വീട്ടിലേക്കാണ് പോയിട്ട് USA പോയിട്ട് നിൽക്കണത്. തിന്നാനും കുടിക്കാനും നമ്മൾ എവിടേക്കും പോകുമ്പോ ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് യു, ഐ എം ടോക്കിംഗ് അബൌട്ട്, ഞാൻ ഇത് എനിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും എക്സോൾട്ടഡ് ആണ്. ഐ എം ടോക്കിംഗ് ഫോർ മൈ പ്യൂരിഫിക്കേഷൻ. ഇത് എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ എവിടേക്കും പോകുമ്പോ ആദ്യം നോക്കും എല്ലാ റൂമിലുള്ള ശരിയാണോ, ടോയ്ലറ്റ് ശരിയാണോ, ബെഡ് ശരിയാണോ, ഇത് ശരിയാണോ, വാട്ട് ഈസ് ദിസ്? നമുക്ക് ഇതും ഇപ്പോഴും പോയിട്ടില്ല. ഓക്കെ, ഹൈജീനിക് പാർട്ട് ഈസ് ദർ. ബട്ട് നമുക്ക് ഈ എന്താ പറയണ, മഹാരാജ് പറഞ്ഞ മാതിരി നമുക്ക് നമ്മളെ ലഗേജ് നമ്മൾ ഇതുവരെ മഹാരാജ് പറഞ്ഞ നിങ്ങളെ ട്രെയിൻ വരുമ്പോ നിങ്ങളെ ലഗേജ് കുറച്ചിരിക്കണം. നമ്മളത് കുറച്ചുണ്ടോ? ഭീഷ്മ മഹാരാജിനെ നമുക്ക് എല്ലാം നല്ല സ്തുതികൾ കേട്ടു ഇത്ര ദിവസമായിട്ട്. ബട്ട് വാട്ട് ഈസ് ദിസ്? ആദ്യം തന്നെ മുമുഷൂർ നമ്മൾ ഇത് ആദ്യം തന്നെ കേൾക്കണ ഫസ്റ്റ് ലൈൻ തന്നെ, വാട്ട് ഈസ് ദിസ്? ആർ വി റെഡി?
ആർ വി റെഡി ഫോർ ഇറ്റ്? നമുക്ക് ഇത് റെഡിയാണോ? അറ്റ് ദ മൂമെന്റ് ഓഫ് ഡെത്തിന് വേണ്ടി നമ്മൾ റെഡിയാണോ? ദാറ്റ് ഈസ് ദ തിങ്. ഇവിടെ ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത തന്നെ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ പ്രഭുപാദ ചട്ടയുടെ മേലെ ഈ ഫോട്ടോ ഇട്ടു, പാർത്ഥസാരഥി ചട്ട എല്ലാവർക്കും ഈ ഭഗവാൻ വിതരണം, പ്രഭുപാദ് വിതരണം, എത്ര മില്യൺ കണക്ക്, അതിന്റെ ഒരു കണക്കുണ്ടാവും. ഇസ്കോണില് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര മില്യൺ ബുക്കുകളാണ് ഭഗവത്ഗീത വിതരണം ചെയ്തിട്ടുള്ളത്. അതിൽ എത്ര ബുക്കുകളാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്, എത്ര ബുക്കുകളാണ് അത് കേരളത്തിൽ ഷെൽഫിന്റെ ഉള്ളിൽ കച്ചറയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവുക. ഇപ്പൊ ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നോ, ഇവിടെ അതിന്റെ ഗ്ലോറിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർത്ഥസാരഥിയുടെ രൂപത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ. ഇപ്പൊ പ്രഭുജൻ മാതാജി, നമുക്ക് ഭഗവാനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണുള്ളത്, ഈ കണ്ണ് നമുക്ക് കാണുന്നതെല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ഈ ചർമ്മചക്ഷുവാണ് ഇതുള്ളത്. ഇത് ചർമ്മചക്ഷുവിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രചക്ഷു നമുക്ക് വരണം. അതിന്റെ പവർ നമുക്ക് തരാൻ പോണം. നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് സ്വയമായിട്ട് മനസ്സിലാവും. ഭഗവാൻ നമ്മള് എല്ലാരും ഈ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഭക്തന്മാർക്ക് അവരുടെ ഡേ 1 ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവും. എങ്ങനെയാണ് അവർക്ക് ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇത് മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹവും ഭക്തന്മാരുടെ ഈ അനുഗ്രഹം കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭക്തന്മാര്. പരീക്ഷിത് മഹാരാജ് 119:16 ഇത് പറയണത് നമുക്ക് നോക്കാതെ. 119:21 മത്ത ഈ ആ ശ്ലോകം ഒന്ന് വായിക്കും, അതിന്റെ ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ പ്രഭു. അത് ട്രാൻസ്ലേഷനോ? ട്രാൻസ്ലേഷൻ മാത്രം. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ ഉത്കൃഷ്ട ഭക്തനായ പരീക്ഷിത് മഹാരാജാവ് എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പരിദേവനങ്ങളിൽ നിന്നും പൂർണ്ണമുക്തനായി പരമലോകത്തിലേക്ക് മടങ്ങുന്നത് വരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കും. ഹരേ കൃഷ്ണ. അപ്പൊ മനസ്സിലായ ഭഗവാൻ ഇതിൽ എന്താ പറഞ്ഞ, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. എത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ഡിവോട്ടീസ്. അപ്പൊ നമുക്ക് പരീക്ഷിത് മഹാരാജ് ഈ ലോകം വിട്ടുമ്പോ അവര് കാത്തിരിക്കും എന്നാണ് പറയണത്. നമ്മുടെ ഭക്തന്മാര് നമുക്ക് വേണ്ടി നമ്മൾക്ക് കറക്റ്റ് ആയിട്ട്, അല്ലാണ്ട് ഭക്തന്മാര് ലോട്ടറി അല്ല നമുക്ക് വേണ്ടി. നമുക്ക് അവര് നമ്മളെ കൂടെ നടക്കാണ്, നമുക്ക് അവരെ വാല്യൂ അറിയില്ല. ഇതാണ് നമ്മളെ ഇമ്പോർട്ടന്റ് റോൾ. അവര് നമുക്ക് വേണ്ടി ശരിക്കുള്ള പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യും. നമ്മളല്ലാണ്ട് ഇപ്പൊ എന്റെ ബന്ധക്കാരുണ്ട്, അവർക്ക് പാവങ്ങൾക്ക് ഇതിനെ പറ്റി വല്ലതും അറിയോ? അവർക്ക് ഇതിനെ പറ്റി അറിയില്ല. ഞാൻ മരിക്കുമ്പോ അവര് വേണമെങ്കിൽ എന്റെ മയത്ത് കൊണ്ട് കുറെ പൂടും അല്ലെങ്കിൽ കുറെ ഇടും, എന്നെ കയറ്റി വിടാനുള്ള അവർക്ക്. പക്ഷെ ഭക്തന്മാരുടെ കയ്യില് ഒരു ഭക്തന്മാര് വിടുമ്പോ അവർക്ക് എനിക്ക് രോഗമാണ് മനസ്സിലാവുമ്പോ നമുക്ക് ഇപ്പൊ ഇതെല്ലാം കാണാൻ പറ്റിയാണ് ചില പ്രഭു. നമുക്ക് ഓരോ എക്സാമ്പിൾ ഇതിന് മനസ്സിലാക്കാം. പ്രഭു ഈ ശ്ലോകാന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഭീഷ്മദേവ് ഇത് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാണ്. ഇതിന്റെ ഈ ശ്ലോക 43 കൺക്ലൂഷൻ ഫ്രം ഫസ്റ്റ് ഇതിനുള്ളിൽ ഇതിൽ എഴുതിയിട്ടുള്ള ഈ സമാധിയിൽ ഇരിക്കുന്നത് ഭഗവാനെ പറ്റി ചിന്തിക്കുകയാണ്. ഫ്രം ഹിസ് ഐസ് ഈസ് ലുക്കിംഗ്, ഫ്രം ഹിസ് തിങ്കിങ്, വില്ലിംഗ്, എല്ലാം കൊണ്ട് ഭഗവാനെ സമർപ്പിച്ചിരിക്കുകയാണ് ആള്. കംപ്ലീറ്റ്ലി ഈസ് ഇൻ സെൽഫ് ഓഫ് ദ ലോർഡ്. ഭഗവാനെ സറണ്ടർ ചെയ്തിരിക്കുകയാണ് ഏത് രീതിയിൽ, എല്ലാ രീതിയിലും. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മളെ ഇപ്പൊ ചെറിയ നമ്മൾക്ക് ലോങ് ആയിട്ട് 5000 വർഷം മുന്നേ, അല്ലെങ്കിൽ ഈ ഭാഗവതം പറഞ്ഞിട്ടുള്ള എത്ര വർഷം മുന്നേ, 5000 വർഷം മുന്നാണോ അതിന് മുന്നിട്ടാണ് പലരും പല സ്റ്റേറ്റ്മെന്റ് തന്നുകൊണ്ടിരിക്കും. ബട്ട് ലെറ്റ് us take long years ago this was spoken. അപ്പൊ നമുക്കിപ്പോ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ നമുക്ക് നമ്മളെ ഈ ഇസ്കോണിന്റെ ഫൗണ്ടർ ആചാര്യ ഈസ് ഗ്രേസ് അഭയാചരൺ ശില പ്രഭുപാദിന്റെ നമുക്ക് പാസ്റ്റ് ടൈം എടുത്ത് നോക്കുകയാണെച്ചാല്, ആള് നമ്മളെ പ്രഭുപാദ് അറ്റാക്ക് വന്നിട്ട് എനിക്കൊന്ന് സെന്റ് ഫ്രാൻസിസ്കോ ആണ് കാലിഫോർണിയയിൽ ഫസ്റ്റ് ടൈം 1969 ഇഫ് ഐ എം നോട്ട് റോങ്, പ്ലീസ് ഫോർഗീവ് മീ ഫോർ ദ ഡേറ്റ്സ്. അപ്പൊ അവിടെ പോയപ്പോ ആൾക്ക് അറ്റാക്ക് വന്നപ്പോ അവര് ഡോക്ടറിനെ കൊണ്ടുവന്നപ്പോ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആള് വളരെ വീക്കാണ്. അപ്പൊ പ്രഭുപാദ് എടുത്ത വഴിക്ക് പ്രഭുപാദ് വീക്കാണ്, പ്രഭുപാദിന് ഒരു ഇതുമില്ല, മീൻസ് ഭയങ്കര ശരീരം വീക്കായി. കാരണം യു ജസ്റ്റ് ക്യാൻ ഇമാജിൻ ദാറ്റ് വാട്ട് കൈൻഡ് ഓഫ് സേവ ഈസ് ഗിവിംഗ്. നമ്മൾ ഒരു സൈഡ് പ്രഭുപാദിന്റെ ശരീരം നോക്കുകയാണെച്ചാല്, ഒരു സൈഡില് ദേവൂതി മാതയുടെ ശരീരം നോക്കുകയാണെച്ചാല്, പ്രഭുപാദിന്റെ ലാസ്റ്റ് ശരീരം പ്രഭുപാദ് ഗേവ് ഇറ്റ് ഫോർ us everything. You just imagine, look at his body at the last time.
അല്ലെങ്കിൽ പ്രഭുപാദ് ഒരു കുട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ചെറിയ റൂമിന്റെ ഉള്ളിൽ നിന്ന് നല്ലോണം മോർലിക്സും ബ്രോൺമിറ്റ് അടിച്ചിട്ടിരിക്കാം. ഹൂ ഇസ് ഗോയിങ് ടു സീ ഹിം? You just look at his body as a pastime. His ദേവതയുടെ ശരീരം മാറി ആകെ ചിഹ്നമാക്കി കളഞ്ഞു. Is in the service of the Lord. That is the great Acharyas. And at the same time, when he's sitting in the hospital, ആള് ഭഗവാൻ ഹോസ്പിറ്റൽ, പ്രഭുപാദ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോ അവിടെ പ്രഭുപാദ് ഡിവോട്ടികളുടെ അടുത്ത് എന്താ പറയണത്? എന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരോ? ടേപ്പ് റെക്കോർഡിങ് അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്നിട്ട് റെക്കോർഡ് എല്ലാ ഡോക്ടർമാരെയും വിളിച്ചിട്ട് ഇത് കേൾപ്പിക്കുകയാണ്. അപ്പൊ ഡോക്ടർമാര് ചിലരും പറഞ്ഞു, നിങ്ങൾ ഇത്ര ശരീരം നിങ്ങൾ ഇത് ആയത് ഇത് കാരണമാണ്, നിങ്ങൾ ഒന്നും നടക്കണമൊന്നുമില്ല, എക്സസൈസ് ഒന്നും ചെയ്യില്ല. അതിലും പ്രഭുപാദ് ആ മെസ്സേജ് നല്ലോണം എടുത്തു. നിങ്ങൾ നടക്കണില്ല, നിങ്ങൾ വളരെ വീക്കാണ്. ആ മെസ്സേജ് കൊണ്ടാണ് നമുക്ക് നമ്മൾ ആചാര്യകളുടെ ലെക്ചർ കൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നത്. അവിടുന്നാണ് പ്രഭുപാദ് ഈ മോർണിംഗ് ലെക്ചർ തുടങ്ങിയത്. From one of the doctor telling that you are not walking, and from that Prabhu അടുത്ത് നിൽക്കുന്ന ഡിവോട്ടി നിങ്ങൾ ഈ കൂടുതൽ ഭക്തി ചെയ്യാൻ പാടുന്ന ഭയങ്കര ദേഷ്യമായി ഡോക്ടർ അടുത്ത്. എന്നാണ് ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ശരീരം ഇങ്ങനെയായി, ഭക്തിയിൽ കൂടുതലായി, അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളെ ശരീരം നോക്കാണ്ടിരുന്നത് ശരിയല്ല. അപ്പൊ എല്ലാരും ദേഷ്യത്തിൽ നിൽക്കാണ് ഡോക്ടർ ഇങ്ങനെ പ്രഭുപാദ്. ബട്ട് പ്രഭുപാദ് took this message as a message for the turning point for the morning lecture. മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ടുള്ള ലെക്ചറാണ് പ്രഭുപാദ്. എത്രയാണ് മോർണിംഗ് വാക്ക് പിന്നെ ചെയ്തത്? അതേമാതിരി പ്രഭുപാദിന്റെ ഒരു സെറ്റ് നമുക്ക് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ നിന്ന്. നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്റെ ഗുരു മഹാരാജിന്റെ ഈ ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് കി ജയ്, ആ പാസ്റ്റ് ടൈം ഉള്ള സമയത്ത് ഞാൻ സ്വയം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, ഭക്തിവേദന്ത ഹോസ്പിറ്റൽ മുംബൈ. അപ്പൊ മഹാരാജ് ലാസ്റ്റ് പാസ്റ്റ് ടൈം ഇതെല്ലാം ഭീഷ്മയുടെ സ്റ്റോറി മനസ്സിലാക്കുമ്പോൾ ഭീഷ്മ is telling, Bhishma is showing us the live example. So here Maharaj has given the life example like Bhishma Maharaj Damari. കാരണം അവർ ഇത് കണ്ട് പഠിക്കുകയാണ്. ആ പഠിച്ചിട്ടാണ് നമുക്ക് see they are not become a Maharaj. ഇതിന്റെ ഉള്ളിൽ നമുക്ക് പറയുന്നത് 6th canto 10th എവിടെയാണ് ഞാൻ പറയാം. അതിന്റെ ഉള്ളില് വൃത്താസൂര് പറയാണ് ഭഗവാൻ അവരുടെ അസിസ്റ്റന്റും അവരുടെ സർവന്റിനും സെലക്ട് ചെയ്യാണ്. ഭഗവാൻ പറയണ ഇതാണ് ഉത്തമമായിട്ടുള്ള ഇതാണ് എന്റെ ഉത്തമമായിട്ടുള്ള ഭക്തന്മാര്. ഞാൻ ആ ഭക്തനെയാണ് ഞാൻ സറണ്ടർ ചെയ്യുക. ഞാൻ ആ ഭക്തനെയാണ് ഞാൻ ആ ഭക്തനെയാണ് എന്റെ മനസ്സിലുള്ളത്. ഭഗവാൻ പറയാണ് ഈ ഭക്തന്റെ അടുത്താണ് നിങ്ങളെല്ലാം പോകേണ്ടത്. ഇത് അത് നമുക്ക് ഓരോന്ന് ശ്ലോകമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഇവിടെ മഹാരാജ് ഹോസ്പിറ്റലിലുള്ളപ്പോ I think January 2010, if I'm not wrong. Please forgive me for the date if I'm wrong here and there. അപ്പൊ 2010 ജനുവരി സമയത്ത് മഹാരാജിന് സുഖമില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ ഹോസ്പിറ്റലിൽ എന്റെ വീട്ടിൽ നിൽക്കാണ് മീര റോഡില്. പിന്നെ കുറെ ഭക്തന്മാരുണ്ട്, ദേവിക്കി പ്രഭു ഉണ്ട്, വൈഷ്ണവസേവി പ്രഭു ഉണ്ട്, കാൽച്ചക പ്രഭു, എല്ലാരും ഉണ്ട് അവിടെ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, മഹാരാജിന് സുഖമില്ല പറഞ്ഞിട്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ 10 മണി വരെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും വീട്ടിൽ വന്നിട്ട് എവറിബഡി ഈസ് ഡൂയിങ് ദെയർ ദിനചര്യസ്, അവരവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഹാരാജിന് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരും. അപ്പൊ നമുക്ക് ഫോൺ വരും. അപ്പോൾ മഹാരാജ് വിളിക്കുകയാണ്, ദേവിക്കി പ്രഭു അല്ലെങ്കിൽ വൈഷ്ണവ സേവ മെസ്സേജ് വിട്ടിട്ട് നമുക്ക് നമ്മളെ ഭക്തന്മാര് നമ്മളെ വിളിച്ച് മഹാരാജിന്റെ റൂമിലേക്ക് ഞങ്ങൾ പോകും. മഹാരാജിന്റെ റൂമിൽ പോകുമ്പോ മഹാരാജ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും മഹാരാജ് ഇരുന്ന് ഓക്കെ മഹാരാജ് ഇസ് നോട്ട് വെൽ. സോ അപ്പൊ നമുക്ക് ഭഗവത്ഗീത ഭാഗവതം ക്ലാസ് ഏതെങ്കിലും ശ്ലോകം എടുക്കും. ആ ശ്ലോക ലാസ്റ്റ് മഹാരാജ് ശ്ലോകാസ് ആർ സി മഹാരാജ് ശ്ലോകാസ്. Maharaj created that place as Vrindavan. Wherever നമുക്ക് ഇപ്പൊ ഈ ശ്ലോകം കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഭീഷ്മ മഹാരാജ് didn't make when it is last time he would have choose to go and sleep in Vrindavan, no? ആ വൃന്ദാവൻ എത്ര അടുത്തായിരുന്നു, അവരുടെ ബോഡി അവിടെ പോയേനെ. ഇതാണ് അവിടെ ആ വാർ സോണിൽ വെച്ചിട്ട് പോവാണ്. അതേമാതിരി നമ്മളെ മഹാരാജ് വാസ് ഇൻ നാസിക് എന്ന് മഹാരാജ് ഭക്തിവേദ ഹോസ്പിറ്റലിലേക്ക് അവരെ മഹാരാജിനെ കൊണ്ടുവന്ന. മഹാരാജ് പറയണ എവിടെയാണ് പ്രഭുപാദിന്റെ മെസ്സേജ് ഉള്ളത്, അതെല്ലാം വൃന്ദാവനാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ രാവിലെ ജഗന്നാഥിന്റെ ദർശനം, വൈകുന്നേരം ഭക്തിവേദന്റെ ഹോസ്പിറ്റലിൽ ബോംബെയിലെ മീര റോഡ് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. അതിന്റെ അടുത്താണ് എന്റെ വീടുള്ളത്. അതും ഭയങ്കര ഒരു പാസ്റ്റ് ടൈം ആണ്. മഹാരാജ് എന്റെ അടുത്ത് പറയണ നീ വീട് വിൽക്കരുത്. ഞാൻ പറഞ്ഞു മഹാരാജ് അവിടെ വെള്ളമില്ല, ഞാൻ പോവാണ്, വിട്ടു പോവാണ്. അപ്പൊ മഹാരാജിന്റെ അടുത്ത് പറയാം നീ വീട് വിട്ടു പോകരുത്.
കാരണം നിന്റെ മാതിരി വ്യക്തികളാണ്, നിന്റെ കാര്യം വ്യക്തികൾ ഉള്ളിടത്ത് വെള്ളം ഇല്ലാണ്ടിരിക്കും. കൃഷ്ണന്റെ കയ്യിൽ കുറെ വെള്ളമുണ്ട്. നീ ശരിയാവും, നീ വെള്ളം അവിടെ വന്നോണ്ടിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ വീട് വിട്ടിട്ടില്ല. അപ്പൊ മഹാരാജ് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എടുക്കുമ്പോ മഹാരാജിന്റെ അടുത്ത് പറയാണ്, നിന്നെ എല്ലാരും ബുദ്ധിമുട്ടാണല്ലേ, ബുദ്ധിമുട്ടിക്കുകയാണല്ലേ. അപ്പൊ ഞാൻ മഹാരാജ് ഇങ്ങനെ മോൻ നോക്കി, ഞാൻ അടുത്തിരിക്കുകയാണ്. മഹാരാജ് മോൻ നോക്കിയിട്ട് പറഞ്ഞു, മഹാരാജ് വായി, എല്ലാരും നിന്റെ വീട്ടിലല്ല നിക്കണത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇത് മഹാരാജ് എടുത്ത് അത് ആരാ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ മഹാരാജ് ഇങ്ങനെ കണ്ണടിച്ചുകൊണ്ടിരിക്കും, ശ്ലോക വായിക്കാൻ പറയും. അപ്പൊ കുറെ പേര് ദേവിക്ക് പ്രഭുവും എല്ലാരും റൂമിലിരിക്കുകയാണ്. അപ്പൊ ചില ഡിവോട്ടികൾ ചില റോങ് ആയിട്ട് വായിക്കുമ്പോ മഹാരാജ് ഇങ്ങനെ നോക്കിയിട്ട് പറയും, യു റെഡ് ഇറ്റ് റോങ്, കറക്റ്റ് യുവർ സെൽഫ്, കറക്റ്റ് ആയിട്ട് വായിക്കി. അപ്പൊ മഹാരാജിന്റെ ഇത് കാണുമ്പോ നമുക്ക് മനസ്സിലാവണം, മഹാരാജ് ആ സമയത്തും എത്രയാണ് ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയാണ് ഫോക്കസ് ഓൺ ഹിസ് ഡിറ്റർമിനേഷൻ ടു ഹിസ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഓഫ് കൃഷ്ണ, വാട്ട് ഈസ് മെമ്മറൈസിങ് ഇൻ ടു ഇറ്റ്. അതാണ് നമുക്ക് വേണ്ടത് പ്രഭുജന്മാർ. മഹാരാജ് പറഞ്ഞു ഡോണ്ട് ഡു ഷോ. മഹാരാജ് രാത്രി 1 മണിക്ക് അബുദാബിയിൽ വന്നു. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചു ഇനി മാത്രം മഹാരാജ് 1 മണിക്ക് എത്തിയ കാരണം എല്ലാരും കിടന്ന് ഉറങ്ങാം, ഇനി നമുക്കെല്ലാം വീട്ടിലേക്ക് പോവാം. അപ്പൊ ഞാൻ എന്റെ ചെറിയ പിള്ളേരായി കൂടെ ഉള്ള കാരണം ഞാൻ വീട്ടിലേക്ക് പോയി. ബാക്കി സീനിയർ ഡിവോട്ടികൾ അവിടെ നിന്നു. അപ്പൊ അവരെടുത്ത് മഹാരാജ് പറഞ്ഞു 1:30 മണിയായില്ലേ, ഇപ്പൊ നമുക്ക് കുളിക്കാം. മഹാരാജ് US എവിടെ നിന്നാണ് ട്രാവൽ ചെയ്ത് വന്നിട്ട് മഹാരാജ് അവരെടുത്ത് എടുത്ത വഴിക്ക് പറഞ്ഞു ഭഗവത്ഗീത എടുക്കാൻ പറഞ്ഞു. രാത്രി 1:30 മണിക്ക്. ക്യാൻ യു ഇമാജിൻ? നൈറ്റ് 1 o'clock 80+ year old സന്യാസി ഈസ് ടെല്ലിംഗ് ടു റിമൂവ് ദ ഭാഗവതം. എന്നിട്ട് ഭാഗവതം എടുത്ത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് 1:30-2 മണിയായി. അപ്പൊ എല്ലാരും വിചാരിച്ചു ഇനി ഈ കണ്ടിന്യൂഷൻ. അപ്പൊ എല്ലാരും ടയർഡായി ഫ്ലാറ്റ് ആയിരിക്കാണ്. അപ്പൊ 3 മണി 3 ആയപ്പോ മഹാരാജ് വീണ്ടും ഇത് ഇനി കഴിഞ്ഞില്ലേ, നമുക്ക് ഇനി കുളിക്കാം, നമുക്ക് ഇനി മംഗളാരത്തി തുടങ്ങാം. അപ്പൊ മഹാരാജ് ലൈഫ് വാസ് വെരി സിമ്പിൾ. ആൻഡ് ഇതെല്ലാം നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭുജന്മാർ. നമുക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഹോളിനെസ് ഗോപാൽ കൃഷ്ണ മഹാരാജിന്റെ ബെഡിൽ കിടന്ന് ഉറക്കുമ്പോ ഗോപാൽ കൃഷ്ണ മഹാരാജ് ആർത്തി ചെയ്തുകൊണ്ടാണ് പോണത് ബെഡില്. യു ജസ്റ്റ് ഇമാജിൻ മാതാജി ആൻഡ് പ്രഭുജി, വേർ ആർ വി? നമ്മൾ എവിടെയാണ്? നമ്മൾ ഇതെല്ലാം ലെക്ചേഴ്സും എല്ലാം കേട്ട് നമുക്ക് ഇത് എവിടേക്കാണ് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റുക? Where are we going to drive with this? How are we going to pedal when we are cycling to the mountain? നമ്മളെ കയ്യിൽ ചോയ്സ് ഉണ്ട്. നമുക്ക് ഒന്നും പറ്റില്ലെങ്കിൽ സൈക്കിളിന് ചിലർ താഴ്ത്തിട്ട് പോവും, ചിലർ സൈക്കിൾ അത് കൈകൊണ്ട് പിടിച്ചിട്ട് മലയുടെ മേലെ കയറിയിട്ട് പോവും. ഗോൾ അവിടെ എത്താണ്. പക്ഷെ നമ്മൾ അവിടെ സൈക്കിൾ അവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വി ആർ ഫെയിലിയർ. ബട്ട് റാദർ ദൻ വി ചൂസ് അവർ പാത്ത് ടു റിച്ച് ദാറ്റ് മിൽ ടോപ്പ്. നമുക്ക് നമ്മളെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കണം. അതേമാതിരി ഗോർസിന്ദ ഗോസ്വാമി മഹാരാജ് ഒരു എത്ര അതും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞില്ലേ, ഇതെല്ലാം ഇറ്റ്സ് നോട്ട് 5 when ഭീഷ്മ മഹാരാജ് സ്റ്റോറി പറയുമ്പോൾ 5000 years പ്രഭു മാതാജി ഹു വാസ് ദേർ, നമ്മൾ ആരാണ് അവിടെ ഉണ്ടായത്, നമുക്ക് ഇത് ട്രൂത്ത് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ശ്ലോകം ലാസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കും, നമുക്ക് ഭഗവാൻ നമ്മളടുത്ത് വന്നില്ലെങ്കിലും ഭഗവത്ഗീത ഈസ് ഭഗവാൻ, ശ്രീമദ് ഭാഗവതം ഈസ് ഭഗവാൻ. നമുക്ക് ഇത് പറഞ്ഞു തരാണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഗൗർസിന്ദ ഗൗരാജ് മഹാരാജിന്റെ മായാപൂരിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗിന്റെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാരും പറഞ്ഞു, മഹാരാജ് ഗൗർസുന്ദർ മഹാരാജിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും GBC മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ യു സ്റ്റാർട്ട് സംതിങ് വിത്ത് ദ പ്രവചൻ, എന്തെങ്കിലും ഒരു ചെറിയ പ്രവചൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് ജഗന്നാഥും പറ്റിയിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ തുടങ്ങി മഹാരാജ്. അപ്പൊ ഗ്ലോറിഫിക്കേഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോ മഹാരാജ് ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവും ജഗന്നാഥ് ആയിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ജഗന്നാഥ് സ്വാമി നയൻ പത്ത് ഗാമി ഭവ തുമേ. ഭഗവാനെ കണ്ട് ഭഗവാൻ ഭക്തന്മാരെ പറഞ്ഞില്ലേ, ജഗന്നാഥ് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ എന്തിനാ വരുന്നത് വെച്ചാൽ എല്ലാരെയും കാണാൻ വേണ്ടിയാണ് വരുന്നത്. ലോകം മൊത്തം കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരാണ്. അവിടെ ഇറങ്ങി വരുമ്പോ എന്താണ് ഭഗവാനെ പറ്റി ഗ്ലോറിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൗർ സുന്ദർ മഹാരാജ് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു ഡാൻസ് ചെയ്യാണ്, ഭഗവാൻ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ട് ആ ഗ്ലോറിഫിക്കേഷൻ റിയലി എക്സാൾട്ട് ഇതിൽ പോയിട്ട് ഇങ്ങനെ ലെക്ചർ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാരും ചാൻഡ് ചെയ്യാൻ പറഞ്ഞു. ആ ചാൻഡ് ചെയ്യാൻ പറഞ്ഞ പിന്നെ മഹാരാജ് സമാധിയായി വിട്ടു ലോകം പോയി. ദിസ് ഇസ് ഓൾ റീസെന്റ് സ്റ്റോറീസ്, റൈറ്റ്? ദിസ് ഇസ് ഓൾ റീസെന്റ് പാസ്റ്റ് ടൈംസ്, റൈറ്റ്?
Where are we going? What are we telling? It is 5,000 years. We cannot believe. People may tell, quote them this all things. Quote them this all things. നമ്മളെ ശസ്ത്രങ്ങൾ നമ്മളെ ഞാൻ കഥാമൃത്വ വി ഹാവ് ടു റിയലി നമസ്കാരം ദിസ് ഈസ് ദ ടിക്കറ്റ് എയർവേ. നമുക്ക് നമ്മളെ കത്തി ഈ കിച്ചന്റെ ഉള്ളിൽ നമ്മളെ കത്തി ശരിയല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ കിച്ചന്റെ ഉള്ളിൽ കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് ഷാർപ്പായിരിക്കണം. അതിന് കുക്കിങ്ങിന് ഇൻട്രസ്റ്റ് വരാൻ അത് ഷാർപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്ട്രുമെന്റ്സ്, നമ്മളെ എല്ലാ ആയുധങ്ങളും കിച്ചന്റെ ഉള്ളിലാണെച്ചാലും നമ്മളെ ലൈഫിലെ പാരഫിന് നമ്മളെ എല്ലാം നമ്മളെ ഇത് സ്പോട്ട് ഓൺ ആയിരിക്കണം. അതേമാതിരി നമുക്ക് പോകുമ്പോൾ നമ്മളെ ലൈഫിൽ ഭാഗവതം നമുക്ക് ഫുൾ മെമ്മറീസ് തരുന്ന ഇതാണ് മത്തയ്യൻ പ്രഭുജി. സോ നമുക്ക് ഇവിടെ ഞാനിപ്പോ എല്ലാം ആചാര്യസ്മാരുടെ ഞാൻ ഒരേ എക്സാമ്പിൾ എന്നിട്ട് പറഞ്ഞു. I'll keep my class with quoting each and every example because all the devotees of the past, ഞാൻ ഈ lecture attend ചെയ്യണ, they have given the nectars, nectars of one after the other. ഭീഷ്മദേവയുടെ എല്ലാം പറഞ്ഞു. അപ്പൊ let me give you to this the movement of the death. This is going to come to us anytime. There is no any time. So let us think on that. Now ഇവിടെ നമ്മളെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു, സൂർദാസ്. ആൾക്ക് കണ്ണ് കാണാനില്ല. ആൾക്ക് കണ്ണ് കാണാനില്ലാണ്ട് ആള് ഭഗവാനെ പറ്റിയിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കീർത്തനങ്ങളും സൂർദാസ് പാടിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ. അപ്പൊ അമ്പലത്തിന്റെ പൂജാരിക്ക് ഡൗട്ടായി. പറഞ്ഞു, ഇതെന്താണ് ഇത്? എല്ലാ ദിവസവും സൂർദാസ്, ഞാൻ ഭഗവാന്റെ പച്ച കുടുപ്പിട്ട് സൂർദാസ് പച്ച ഭഗവാനെ പറ്റിയിട്ട് വർണ്ണിച്ച് പാട്ട് പാടും. അപ്പൊ സൂർദാസ് പിറ്റേ ദിവസം വരുമ്പോ ചുവന്ന ഡ്രസ്സ് ഇട്ടു, ചുവന്ന ഡ്രസ്സിനെ കൊണ്ട് സൂർദാസ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം സൂർദാസ് മുന്നിൽ വന്നപ്പോ സൂർദാസിനെ വിളിച്ചു. അമ്പലത്തിനെ പണ്ഡിതൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണ്, ഇങ്ങനെ എന്താണ്? സൂർദാസിന് ഒന്നും മനസ്സിലാക്കിയാന്നെല്ലാം പറഞ്ഞു പോയി. അപ്പൊ പറഞ്ഞു, ഇതെന്നെ പറ്റിക്കാണ്, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് ഭഗവാനായിട്ട് ഇയാൾ കളിച്ചോണ്ടിരിക്കാൻ, ഞാൻ നാളെ ഭഗവാന്റെ വസ്ത്രങ്ങളൊന്നും ഇടിക്കാണ്ട് നിർത്താം. അപ്പൊ നമുക്ക് സൂർദാസ് നോക്കാം എന്ത് പാട്ടാണ് പാടാൻ പോകുന്നത്. അപ്പൊ സൂർദാസ് രാവിലെ വന്നിട്ട് അമ്പലത്തിൽ നിന്നിട്ട് പറഞ്ഞു, യേ ക്യാ മേരാ കാനാ വസ്ത്ര നഹീ ഡാലാ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി. അപ്പൊ എന്റെ കാന എന്താണെന്ന് വസ്ത്രം ഇടാണ്ടിരുന്ന് നിക്കണ്. അതിനും പാട്ട് പാടി സൂർദാസ്. ഇത് എന്റെ ഭഗവാൻ ഇന്ന് വസ്ത്രം ഇല്ലാണ്ട് നിന്നിരിക്കുകയാണ്. അപ്പൊ ഭഗവാനെ കാണണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചർമ്മചക്ഷു കൊണ്ട് കാണില്ല, ശാസ്ത്രചക്ഷു. കണ്ണ് കാണുന്നില്ല സൂർദാസിന്, അന്ധനാണ്. അന്ധന് നമുക്ക് എല്ലാം ഉണ്ടായിട്ടും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, മാതാജിയും പ്രഭുജിയും എല്ലാവർക്കും ലോകത്തിൽ അയച്ചുകൊണ്ടിരിക്കും. നമുക്ക് എത്ര പേരാണ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് കാണുന്നത്? എത്ര പേരാണ് നമുക്ക് എക്സ്ക്യൂസ് തന്നുകൊണ്ടിരിക്കുന്നത്? ചിലര് പല രീതിയിൽ പോകും, ചിലർ ജോലിക്ക് പോകണം, അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആണ്. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ വേറെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ദേ ഡോണ്ട് നോ, അവർക്ക് അവരുടെ ടൈം ആയിട്ടില്ല. ബട്ട് നമുക്ക് ഭക്തന്മാര് അവരുടെ വീട്ടിൽ ഭഗവത്ഗീത എല്ലാം കൊടുത്ത് ഈ ശ്ലോക വിജയരത്തെ അതിന്റെ എന്താണ് അതിന്റെ മഹാത്മ്യം ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ then that will be helpful for them. നമുക്ക് ഓരോരുത്തരെ പിടിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇത്തിരി ഡീപ്പായിട്ട് പോകുമ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ്. പ്രഭുജൻ മാതാജി, നമുക്ക് ഇവിടെ ഭീഷ്മദേവ്, ദ ബ്യൂട്ടിഫുൾ തിങ് ഇസ് ഭീഷ്മദേവ് ഇസ് റിപ്പൻഡിങ്. ഇവിടെ മനസ്സിലാക്കുന്ന റിപ്പൻഡിങ് എന്താ മീൻ? പശ്ചാത്താപം ചെയ്തതാണ്. ഞാൻ ഭഗവാന്റെ മേത്ത് അമ്പ് ഇങ്ങനെ എറിഞ്ഞു. ഭഗവാന്റെ മേത്ത് അമ്പ് എറിഞ്ഞത് ഭഗവാൻ അത് റോസിന്റെ പൂ വീണ മാതിരിയാണ് വീണെന്ന് ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. അതേമാതിരി ഭാഗവതത്തിന്റെ ഉള്ളില് ഭഗവാനും ഹിരണ്യാക്ഷനുമായിട്ട് ഫൈറ്റ് നടക്കുമ്പോ ഹിരണ്യാക്ഷനും ഭഗവാന് ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുമ്പോ അവര് ഭഗവാനെ അടിക്കുമ്പോ വലിയ എന്താ പറയാ അതിന് വില്ലോണ്ട് ഇത് ഐ ഡോണ്ട് നോ ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഗദയോണ്ട് അടിക്കുമ്പോ ഭഗവാന്റെ മേത്ത് അടി എങ്ങനെ വീണെന്ന് അറിയണ്ട. അതില് പറഞ്ഞിട്ടുണ്ട്. 3rd കാന്റോയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാ ആന കാട്ടിൽ നടക്കുമ്പോ ചെടിയുടെ മേലെ നിന്ന് പൂ ആനയുടെ മേലെ വീഴില്ലേ? അപ്പൊ ആനയ്ക്ക് ഒന്നും അറിയില്ല. ആനയുടെ മേലെ പൂ വീഴുമ്പോ ആനയ്ക്ക് എന്താണ് പൂ വീണ് കാണുക? അതേമാതിരിയാണെന്ന് പറയണ. ഭഗവാന്റെ മേത്ത് ഗദയോണ്ട് അടി ഇവരെല്ലാം വീഴുമ്പോ ഒന്നും ആവണില്ല. ഭഗവാൻ അതൊരു തമാശയാണ്. അപ്പൊ ഇതേമാതിരി ഭഗവാൻ ഭീഷ്മദേവ് അടിക്കുമ്പോ അത് റോസപ്പൂ മാതിരിയാണ് പറഞ്ഞത്. ഭഗവാൻ ഇപ്പൊ നമ്മൾ അർപ്പിക്കുന്നത് റോസപ്പൂവും എല്ലാമാണ്.
ഭീഷ്മ മഹാരാജ് ഭഗവാനെ അമ്പോണ്ട് അടിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഡിവോഷൻ ഓഫ് ഭീഷ്മ മഹാരാജ്. അതാണ് ഭഗവാനും ഭക്തനായിട്ടുള്ളത്. ഇത് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഭഗവാനെ നമുക്ക് ഇത് യു ക്യാൻ തിങ്ക് ദാറ്റ് ഐ വിൽ ഷൂട്ട് ആൻ ആരോ ടു ദ ലോർഡ്. വി ക്യാൻ ഓഫർ ഫ്ലവർ. ദാറ്റ് ഈസ് സി ഇവിടെ ഇതിന്റെ കണക്ഷൻ തന്നെ ഒരു ശ്ലോക. ഇവിടെ ഭഗവാന്റെ ഈ അമ്പോണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്, ഭീഷ്മ മഹാരാജ് പറയണത് എന്താണ്, ഈ അമ്പ അടിച്ചിട്ട് എല്ലാരും അർജുനൻ ഈ യുദ്ധത്തില് മറ്റേ അമ്പടിച്ചില്ലേ ഈ അർജുനൻ, ഈ അമ്പോണ്ട് എല്ലാം യുദ്ധത്തിൽ നിൽക്കുന്നവർ എല്ലാരും പ്യൂരിഫൈ ആയി. ഇതിന് വേറൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകയിൽ ഇതിനെ പറ്റി പറയാണ്. ആരാണ് പറഞ്ഞത്? ഉദ്ധവ് മഹാരാജ് പറയാണ് വിദുരരുടെ അടുത്തിട്ട് സംസാരിക്കുമ്പോ, എനിക്ക് ഈ ഭാഗ്യം കിട്ടുകയില്ല. അർജുനന്റെ യുദ്ധത്തിൽ എല്ലാവർക്കും പ്യൂരിഫൈ ആയിട്ട് പോയി, ഞാൻ മാത്രം അവിടെ നിന്നുപോയി, എനിക്ക് ഈ ലാഭം കിട്ടിയില്ല, ഞാൻ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് ഇപ്പൊ ഇരിക്കുകയാണ്. ഈസ് ലെമന്റിങ് ഓൺ ദാറ്റ്. ബട്ട് ഭീഷ്മദേവ് ഭഗവാൻ അമ്പടിച്ചിട്ട് ഭഗവാൻ അവിടെ വന്നു. അതിനെല്ലാം പാസ്റ്റ് ടൈംസ് ഉണ്ട് ഓരോന്ന്. ഭഗവാൻ അവരായിട്ട് he wanted to fulfill the promise, ഭഗവാൻ want to come down, that is all there. But you just see ഏറോ അടിച്ച് ഭഗവാന്റെ മേത്തിൽ നിന്ന് ബ്ലഡ് വരുന്നു, എല്ലാം അവര് എന്തെല്ലാം ഏറോ വൂണ്ട് ഉണ്ട് ഭഗവാന്റെ മേത്ത്, എല്ലാം ഉണ്ട് കാണുന്നത്. നമ്മള് വേർതിരിക്കുന്നത്, ഭഗവാന്റെ വസ്ത്രം വീണത്, ഇതെല്ലാം നമ്മൾ കണ്ട് അപ്പൊ ഇതാണ് ഭഗവാന്റെ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസ് റിപ്പൻഡിങ്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഓൾ തിങ് ഇസ് ദാറ്റ് നമുക്ക് പശ്ചാത്താപം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്തതിൽ എന്തും തെറ്റുകള് ഡെയിലി ടു ഡെയിലി നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അസ്ത്രമാണ് ഉള്ളത്. നമ്മൾ അതുകൊണ്ട് വളരെ തെറ്റ് ചെയ്തിട്ടുണ്ട്. കത്തിനേക്കാളും വലിയ അസ്ത്രമാണ് നമ്മളെ നാവ്. നമ്മള് മഹാരാജ് പറയുന്ന ഇതിൽ തന്നെ പറയുന്ന സ്പീച്ച് നമ്മള് 1943 ശ്രീ ഭീഷ്മദേവിസ് കണ്ട് ആളുടെ സ്പീച്ചും എല്ലാം തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ് എല്ലാം ഈ സറണ്ടറിങ്. നമ്മൾ എന്താ ചെയ്യേണ്ട? പ്രഭു, ഇത് എത്ര കുറവ് സംസാരിക്കാൻ പറ്റുമോ നമുക്ക് ഏറ്റവും വലിയ വിജയമാണ്. യു ടോക്ക് വെരി ലെസ്. മഹാരാജിന്റെ ഏറ്റവും വലിയ മന്ത്രമാണ്, ആവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കില്ല. ഇപ്പൊ ഞാൻ മഹാരാജിനെ വിടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എല്ലാം പോകുമ്പോ മഹാരാജ് വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മഹാരാജിന്റെ അടുത്ത് ഒരു 1000 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാജ് ഒന്നാ ഉത്തരം തരുള്ളൂ. ബിക്കോസ് മൈ ക്വസ്റ്റ്യൻ വിൽ ബി ഓൾ വിച്ച് ഇസ് നോട്ട് നെസസറി. ഞാൻ ചോദിക്കുന്നത് മഹാരാജിന്റെ അടുത്ത് അതല്ല പറഞ്ഞ നമ്മൾ ഇവിടെ ഭാഗവതത്തിന്റെ ഉള്ളിൽ പറഞ്ഞു, മഹാരാജ് കിട്ടിയ നമ്മള് എന്റെ മോൻ എന്നെ കഷ്ടപ്പെടുത്താണ്, അവൻ പഠിക്കുന്നില്ല, അവൻ സ്കൂളിൽ പോണില്ല, അവൻ അതാണ്, വികൃതിയാണ്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ടു ആസ്ക് എ സേജ്. അവര് നമ്മൾ സംസാരിക്കാൻ പാടില്ല. വീട്ടിന്റെ ഉള്ളിലായാലും മേക്ക് യുവർ ഹൗസ്, ക്രിയേറ്റ് യുവർ ഓൺ വൃന്ദാവൻ. നമുക്ക് വൃന്ദാവനിൽ പോയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ദേവകി പ്രഭു എത്രാണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വൃന്ദാവനിൽ പോണത്. എനിക്കൊന്ന് പോയിണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ആള് മഹാരാജ് ജീവിച്ചിരിക്കുമ്പോ ആള് വൃന്ദാവൻ പോയിട്ടില്ല. As if I am not wrong, he might have gone few, but he was serving the Guru Maharaj continuously. Singapore in the one നമുക്ക് why they are all exalted devotees. മാതാജി ഇവിടുന്ന് നമുക്ക് ഇന്ത്യന്ന് മഹാരാജ് എന്നെ ജൂ ചോപ്പാട്ടിന്ന് വിളിച്ചിട്ട് ഞാൻ മഹാരാജിന്റെ അടുത്ത് പേടിച്ചിട്ടാ പോണു. Devaki Prabhu is coming from Singapore like he is coming from ട്രിവാൻഡ്രത്തിന് പാലക്കാട് എത്തുന്ന മാതിരി ആ സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് നിങ്ങൾ പിന്നെ ലേറ്റ് ആവും. സിംഗപ്പൂരിൽ നിന്ന് ലാസ്റ്റ് പാസ്റ്റ് ടൈം ബിറ്റ്വീൻ മഹാരാജ ആൻഡ് ദേവകി പ്രഭു ഇസ് വാട്ട്? ദേവകി കം. ദേവകിനെ വിളിച്ചോണ്ടിരിക്കുകയാണ് മഹാരാജ്. അതാണല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് നമുക്ക് മനസ്സിലാക്കണം. ഗുരുവും അവരെ പറ്റിയുള്ള ലാസ്റ്റ് പാസ്റ്റ് ടൈം ഇസ് വാട്ട്? ദേവകിനെ വിളിക്കുകയാണ് മഹാരാജ്. ദേവകി കേം ഇൻ നോ ടൈം. ആൻഡ് പിന്നെ ലാസ്റ്റ് പ്രിപ്പയർ നമ്മളെല്ലാം ഭഗവാൻ ഡിവോട്ടികൾ വേണം. നമുക്ക് നമ്മളെ കൂടെ ഡിവോട്ടികൾ ഉണ്ടായിരിക്കണം. ഡോണ്ട് ഇഗ്നോർ എനിബഡി. ലാസ്റ്റ് പാസ്റ്റ് ടൈം ഓഫ് ഭീഷ്മദേവ് യു സീ all the sages are coming and standing there. ഭഗവാൻ ഒറ്റയ്ക്കുള്ളത്, അല്ലെങ്കിൽ ഭഗവാൻ ഒറ്റയ്ക്ക് വരല്ല. Why does the sages is required? നമ്മള് പരീക്ഷത് മഹാരാജ് പോയുമ്പോ ഈ ലോകം വിട്ടു പോകുമ്പോ അവിടെ കണക്ക് കണക്കിനാണ് ഭക്തന്മാര് സേജസ് അവിടെ വന്നിരുന്നത്. We need them. We cannot ignore anybody, not a single, because we don't know who is going to help us at the last. So whatever it is that, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചട്ട I'll finish in 5 to 10 minutes.
നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ ഭഗവാന്റെ ഈ വിജയരത്തെ കുട്ടുമത്താത്ത തോർത്തയുടെ ശ്ലോകന്റെ ഉള്ളിൽ നിന്ന് ഈ ചട്ട പിടിച്ചിട്ട് വാസുദേവ് ബ്രാഹ്മണൻ ശ്രീരംഗം അമ്പലത്തിന്റെ ഉള്ളിൽ ഉൾട്ട ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവിടെ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ പോയിട്ട് ചോദിച്ചു, എന്താണ് നീ കരയണത് ഇങ്ങനെ? അപ്പൊ ഈ എല്ലാരും ഒരു 10 മിനിറ്റ് മുന്നേ ഇയാളെ കളിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, നിനക്കൊന്നും അറിയില്ല, നീ എന്താണ് വായിക്കണതെല്ലാം ചോദിച്ചിട്ട്. അപ്പൊ ദ മൂമെന്റ് നമ്മളെ ചൈതന്യ മഹാപ്രഭു വാസുദേവ് ബ്രാഹ്മണന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആള് ഇമ്മീഡിയറ്റ്ലി ആൻസർ ചെയ്തത്. ആൾക്ക് മനസ്സിലായി ഇത് ഒരു സിൻസിയർ ക്വസ്റ്റ്യൻ ആണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, എന്നെ എല്ലാരും കളിയാക്കാണ്. അപ്പൊ ഞാൻ ഈ ബുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഈ ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഭഗവാനാണ് ഇത്. എന്നിട്ട് ഭഗവാൻ കണ്ടില്ല എത്ര നല്ല സേവയാണ് ചെയ്യണത്. സി ദർ ഈസ് ലോട്ട് ഓഫ് ഡിഫറെന്റ് വേസ് ഓഫ് കോട്ടിങ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്ന സമയം കിതി. അപ്പൊ പറഞ്ഞു, ഇത് ഭഗവാനാണ്, ഭഗവാൻ സാരഥിയായിട്ട് ഇവിടെ നിന്നിട്ട് ഇത് സേവ ചെയ്യാണ്. എത്ര വലിയ ഭഗവാനായിട്ടും ഇതിങ്ങനെ സേവ ചെയ്യും. അപ്പൊ പക്ഷെ നീ എന്തിനാ കരയണമെന്ന് ചോദിച്ചു. നീ എന്തിനാ കരയണത്? പറഞ്ഞു, എന്റെ ഗുരു മഹാരാജ് എൻ്റെ അടുത്ത് ഡെയിലി വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതാണ് ഇത്, എനിക്ക് ഒന്നും അറിയില്ല, എന്നാലും ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പേജ് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ആളെ കെട്ടിപ്പിടിച്ചു, നിനക്ക് ഭാഗവതം മനസ്സിലായി എന്ന് പറഞ്ഞു. This is what is the instruction of Guru Maharaj. This is the instruction of Gurudev. He is following. He doesn't know to read, but he is holding it. He is glorifying it. He is seeing it. അപ്പൊ നമുക്ക് ഇതുകൊണ്ടെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൊവിജൻ മാതേ ദ ബ്യൂട്ടിഫുൾ തിങ്സ്. അപ്പൊ നമുക്ക് ഈ ശ്ലോക നമുക്ക് ഇവിടെ ഉദ്ധവ് മഹാരാജ് ഇതിനെ പറ്റിയിട്ട് പറയാണ്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് കാണാൻ പറ്റിയില്ല, ഭഗവാൻ എല്ലാരും കൊണ്ടുപോയി, ഞാൻ തന്നെ ഇവിടെ നിന്നുപോയി. അപ്പൊ 3.2.20 ശ്ലോക നല്ലതാണ്. തത്തേവ ചന്യം നരലോക വീരം ഏവ കൃഷ്ണ മുഖരവിന്ദം നേത്രാ പിബന്തോ നയനാഭിരാമം പാത്രസ്തപിത പാദം അപോരസ്യ. മാത ഇതൊന്ന് റീഡ് ചെയ്യാം മാത. 3.2.20. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. അർജുനന്റെ അമ്പുകളുടെ തീക്ഷ്ണ ആക്രമണത്താൽ പരിശുദ്ധരാക്കപ്പെട്ടും ഭഗവാൻ കൃഷ്ണന്റെ താമരപ്പൂ പോലുള്ള മുഖം കണ്ട് കണ്ണുകളെ ആനന്ദതുന്തിലമാക്കിയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലുണ്ടായിരുന്ന മറ്റു യോദ്ധാക്കൾ തീർച്ചയായും ഭഗവത് ധാമം പുൽകി. See, this is the same ശ്ലോക. ഇതും അതായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഇതിന്റെ നിങ്ങളെ സമയം കിട്ടുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് വായിച്ചാൽ മതി. ഇതിന്റെ പർപ്പട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. 3.2.20 നല്ല പർപ്പട്ടാണ്. നിങ്ങളെ സമയം കിട്ടുമ്പോൾ പ്ലീസ് റീഡ്. പിന്നെ ഭഗവാൻ നമ്മളിപ്പോ ഭീഷ്മദേവ് വന്നപ്പോ ഭീഷ്മദേവ് ശർശയിൽ കിടന്നുറങ്ങുമ്പോ ഭഗവാനെ നോക്കാണ്, ഭഗവാൻ ഭീഷ്മ മഹാരാജിനെ നോക്കാണ്, ഭക്തന്മാരെല്ലാരും നിൽക്കാണ്. ഭീഷ്മ മഹാരാജ് അവിടെ കരയാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ എല്ലാരും വിചാരിക്കും വേന കൊണ്ടാണ് കരഞ്ഞത്. അല്ല, വേദന കൊണ്ടല്ല. ഭീഷ്മ മഹാരാജ് സന്തോഷം കൊണ്ട് യുധിഷ്ഠിർ മഹാരാജും അവരെല്ലാം രാജം ഇതാവാൻ പോവാണ്. ദേ ആർ ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ കിങ്. പിന്നെ അത് കഴിഞ്ഞ് അവരെ ഇത്ര കഷ്ടപ്പെടുത്തി പറഞ്ഞില്ല, ആവോ അന്യായം, ആവോ കഷ്ടം. ഇത് ഭഗവാൻ നിങ്ങളെ എത്ര നിങ്ങളെ കഷ്ടപ്പെടുത്തി, നിങ്ങൾ ഈ ദുര്യോധനും ഇവരെല്ലാരും കൂടി ഇത് നിങ്ങൾ ഭഗവാനുള്ള കാരണമാണ്. ധർമ്മം നിങ്ങളെ എല്ലാം ആ ശ്ലോകം ഉണ്ടല്ല 1922 സംതിങ്. അപ്പൊ അതിൻ്റെ ഉള്ളില് നിങ്ങൾ എത്രയാണ് നിങ്ങളെ കഷ്ടപ്പെടുത്തിയത്, ഇതിനെ പറ്റിയിട്ട് ഗ്ലോറിഫിക്കും ഭഗവാൻ. മറ്റേ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഭീഷ്മ മഹാരാജ്. അപ്പൊ നമ്മൾ ശർശയിൽ നമ്മളെല്ലാം ഒരു മുള്ള് നമ്മളെ കാലുമേൽ കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഇമാജിൻ ഭീഷ്മ മഹാരാജ് വാട്ട് കൈൻഡ് ഓഫ് എക്സൾട്ടഡ്. We may tell he didn't have pain because Bhagwan was. We can all think, but just think when it is going to come to us with one thorn നമ്മളെ കാതില, നമ്മളെ ഓപ്പറേഷനാ, നമുക്ക് ഇതെല്ലാം സ്റ്റേജ് വരുമ്പോൾ അതാണ് പറഞ്ഞ അനായാസ മരണം. ഈ പ്രാർത്ഥനയിൽ ഒരു കുറവും വരാൻ പറ്റില്ല. ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് ചാൻറ്റിങ് ഇതെല്ലാം ചെയ്ത് ഇപ്പൊ ഭഗവാൻ ഇപ്പൊ നമ്മള് പ്രഭുജി നമ്മള് ഭഗവാൻ എല്ലാരെയും ഇപ്പൊ ഞാൻ നോക്കണ ഭഗവാന് എൻ്റെ വീട്ടിൽ ഭഗവാൻ മഹാരാജ് എനിക്ക് ഒരു വിഗ്രഹം തന്നു, കിഷോരിജി. നമ്മൾ അവരെ കണ്ടുകൊണ്ട് വർണ്ണിക്കുകയാണ്. നിങ്ങളെ വീട്ടിൽ ലഡ്ഡു ഗോപാൽ, രാധ നീൽ മാധവ്, അങ്ങനെ എല്ലാവരും വീട്ടിൽ ഇത് എന്തിനാണ് നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്? ഇസ്കോണിനും പല ഗ്രൂപ്പിലും അവരെ വീട്ടിൽ ഭഗവാനുകളെ അർച്ച വിഗ്രഹങ്ങൾ വെച്ചിട്ടും എന്തിനാണ് ഇത് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഇത് മനസ്സിലാക്കാൻ, നമുക്ക് ഇത് ഈ പിക്ചർ നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്.
പ്രഭുപാദ് വൃന്ദ ഈ മോർണിംഗ് ക്ലാസ്, ഈ ഭാഗവതം ലെക്ചർ എന്തിനാണ്? അല്ലാണ്ട് ഇത് തമാശയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇത് എല്ലാം അമ്പലത്തിൽ, വൃന്ദാവൻ അമ്പലത്തിന്റെ ഉള്ളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെക്ചേഴ്സും എല്ലാം അമ്പലത്തിൽ അവരവർ കപ്പാസിറ്റി. വി വിൽ നോട്ട് ക്രിട്ടിസൈസ് എനിബഡി. മഹാരാജ് പറഞ്ഞു നമുക്ക് ഒരു കപ്പാസിറ്റി ഇല്ല. വി ആർ CNN. വാട്ട് ഈസ് ദ മീൻ? വാട്ട് ഈസ് CNN? മഹാരാജ് പറയുന്നു വി ആർ എപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കണം വി ആർ CNN. മഹാരാജ് വേർഡാണ് CNN. നോ കപ്പാസിറ്റി, നത്തിങ് നോട്ട് റിക്വയർഡ്. നമുക്ക് ഒരു ഇതില്ല. വി ആർ CN. വി ഹാവ് നോ കപ്പാസിറ്റി. നമുക്ക് ഒരു ഇതുമില്ല, പവർ ഇല്ല ആരെ പറ്റിയിട്ട് പോയി പറയാൻ. അപ്പൊ നമുക്ക് ഭഗവാൻ ഉണ്ടല്ലോ, എല്ലാ ഭക്തന്മാരും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എത്ര പേരുണ്ട്, എല്ലാരും ഭഗവാൻ അവരവര് രൂപയിൽ അവര് ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് ചിലർ ലഡ്ഡുഗോപാലായിട്ട് നോക്കും, ചില രൂപത്തിൽ നോക്കും. അപ്പൊ നമുക്ക് ഇതില് ഇതില് പറയണ്ട ഈ പർപ്പട്ടില് ഈ നമ്മളെ കംസനും ആ യുദ്ധത്തിൽ ഇറങ്ങണ ഭഗവാൻ അവിടെ പോകുമ്പോ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ 10:43:17 ആ ശ്ലോക, ബ്യൂട്ടിഫുൾ ശ്ലോകാസ് മാതാ. ദിസ് ഇസ് മഹാരാജ് ഇതിനെ പറ്റി കുറെ വർണ്ണിക്കുന്നുണ്ട് ഈ ശ്ലോകം. അപ്പൊ ഭഗവാൻ എല്ലാരും ഗുസ്തി കളിക്കുന്ന ആള് ഭഗവാൻ വരുമ്പോ അവരെ പേടിച്ചിട്ടാണ് നോക്കണത്. പിന്നെ ചിലർ ഭഗവാൻ അവരെ മക്കളും അവരെ പാരന്റ്സ് ആയിട്ടാണ് മക്കളെ ആയിട്ടാണ് ഭഗവാനെ നോക്കണത്. ചിലര് പല രീതിയിലാണ് അവര് ഭഗവാനെ ദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ രീതിയിൽ ഭഗവാനെ, ഭീഷ്മ മഹാരാജ് ഭഗവാനെ വർണ്ണിക്കുകയാണ് അതിന്റെ ഉള്ളിൽ കിടന്നിട്ട്. വി ക്യാൻ ഓൾസോ ഡെയിലി ഡു. ഇതാണ് ഭാഗവതം. നമുക്ക് ഈ പ്ലാറ്റ്ഫോം അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ്. മഹാരാജ് പറയില്ലേ നമുക്ക് ഭക്ഷണം, the family who stays together is who goes for party and who eat food outside. No, the family who stays together are who stays with Krishna, Bhagavatam, Bhagavad Gita. അതിനാണ് ഈ ഭാഗവതം പ്ലാറ്റ്ഫോം രാവിലെ തൊട്ട്. ഹസ്ബൻഡും ജോലിക്ക് പോണു, മാതാജികൾ പോണു, വീട്ടിലിരിക്കുന്ന വയസ്സായിട്ടുള്ള അമ്മമാര് അവര് ചൈതന്യ ചരിതാമൃതം കേട്ടോണ്ടിരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോ ഉമാ പ്രതാപ് മാതാജി ഹർ ഗ്രേസ് അവര് ചിൽഡ്രൻസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു, രാമായണം കഥ കടന്നുകൊണ്ടിരിക്കുന്നു, മഹാഭാരതം എന്തെല്ലാം ഇവര് നമുക്ക് വേണ്ടി ചെയ്തു തരാണ്. How much we have to thank all those people. You just imagine. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് പഠിച്ചു മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാല്, കൃഷ്ണനെ നമ്മളെല്ലാരും, ഭഗവാനും നമ്മളെല്ലാരും ഏതെല്ലാം രീതിയിൽ നമ്മൾ ഭഗവാനെ സെർവ് ചെയ്യണു. ഭഗവാൻ നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഭഗവാനെ ഇപ്പൊ എനിക്ക് പേടിയാണ് ഭഗവാന്റെ അടുത്തിൽ പോവാൻ. കാരണം ഭഗവാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കും. ഒരു ഭക്തൻ ഭഗവാന്റെ മുന്നിൽ പോകുമ്പോ ഭയങ്കര ഹമ്പിളും സറണ്ടർ ആയിട്ടാ പോണത്. ഭഗവാൻ ഇതാണ് നമുക്ക് ഈ ശ്ലോകന്ന് മനസ്സിലാവും. ഓക്കെ, 10:43:17. മല്ലാനാം ശരീർണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോഷതാം ക്ഷിതിഭുജം ശാസ്താ സ്വപിത്രോ ശിശു മൃത്യുർഭോജപതിർവിരാത വിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതീതി വിദിതോ രംഗം ഗതാ സാഗ്രജഃ. ഓക്കെ മാതാ, ഇതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കുമെന്ന് പ്ലീസ്. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. കൃഷ്ണൻ ജ്യേഷ്ഠനോടൊപ്പം വേദിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിവിധ ജനങ്ങൾ കൃഷ്ണനെ വിവിധ രീതികളിൽ കണ്ടു. യുദ്ധമല്ലന്മാർക്ക് വജ്രായുധമായും, മധുരയിലെ പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായും, സ്ത്രീകൾക്ക് രൂപം പൂണ്ടുവന്ന കാമദേവനായും, ഗോപന്മാർക്ക് തങ്ങളുടെ ബന്ധുവായും, ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് ശിക്ഷകനായും, മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞായും, ഭോജരാജാവിന് മരണമായും, അജ്ഞാനികൾക്ക് പരമപുരുഷന്റെ വിരാട് രൂപമായും, യോഗികൾക്ക് പരമസത്യമായും, വൃഷ്ണികൾക്ക് തങ്ങളുടെ പരമകുലദൈവമായും തോന്നി. ചില പ്രഭുപാദ് ജയ്. താങ്ക് യു മാതാജി. മാതാജി ആൻഡ് പ്രഭുജി, ഇതാണ് നമുക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഭീഷ്മ പ്രേയേഴ്സ് എന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ എന്താണ് ഭഗവാന്, നമ്മൾ വാട്ട് ആർ വി ഡൂയിങ്, that all the time will come when Bhagwan comes in the front. യമരാജ് വരുമ്പോ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭക്തന്റെ അടുത്ത് യമരാജ് അടുത്തേക്ക് പറ്റില്ല. വിഷ്ണു ദൂതാസ് വരുമ്പോ നമുക്ക് എന്താണ് വരാൻ പോണത് നമ്മുടെ മുന്നിൽ, that we should be prepared. പിന്നെ അത് കഴിഞ്ഞിട്ട് just ഒരു 2 minutes I will stop my class here.
ഇവിടെ ഭഗവാൻ ബൽറാമും കംസന്റെ യുദ്ധത്തിന്റെ അരേനയുടെ ഉള്ളിൽ വരുമ്പോ ഭഗവാൻ വരുന്നത് എന്താണ്? ഈ രൂപമാണ് നമ്മളിപ്പോ ഭീഷ്മ മഹാരാജ് കണ്ടുകൊണ്ടിരിക്കുന്ന പാർത്ഥസാരഥി രൂപം. അവിടെ നമുക്ക് വേണ്ടിയിട്ട് ചിൽഡ്രൻസ് ക്ലാസ്സിലെല്ലാം വരെ ഇതെന്ത് ഈ ചെറിയ ചെറിയ ശ്ലോകങ്ങള് കംസയുടെ യുദ്ധത്തിന്റെ എരവിനയുടെ ഉള്ളിൽ വരാണ് ഭഗവാൻ. എങ്ങനെയാ വരുന്നത്? കുവിലപീഡിയനെ കൊന്നിട്ടുള്ള ടസ്കിൻ, അതിന് പോലെ ആനയുടെ കൊമ്പായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് വരുന്നത്. കംപ്ലീറ്റ് വേർത്ത് എല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് എറീനയുടെ ഉള്ളിൽ വരാണ്. ആ രൂപം കണ്ടിട്ട് അവിടെ നിൽക്കുന്നവരെല്ലാരും ഭഗവാൻ അവരവരുടെ രീതിയിൽ ഇത് ചിലവര് ഭഗവാനെ ഗുസ്തി കളിക്കുന്നവർ പേടിച്ച് നിൽക്കാണ്. പിന്നെ ഭഗവാനെ ചിലവര് ഭയങ്കരമായിട്ട് അവരെ കണ്ണുകൊണ്ട് ഭഗവാനെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. ചിലവർ അവരെ ശക്തിമാനായിട്ടുള്ള ഭഗവാനാണ് ഇത്, ഇതിനെ. പിന്നെ ചിലവർ പറയണം അയ്യോ ഇത് ഭഗവാൻ സ്വയം തന്നെയാണ്. ചിലവർ പറയും ഇത് ഭഗവാൻ സ്വയമാണ്, അവതാരമാണ് ഇത് ഭഗവാന്റെ. ഇങ്ങനെ ശക്തിമാൻ ആരായിരിക്കും? ഇതെല്ലാം കണ്ട് വർണ്ണിക്കാണ്. ഇതൊരു മാത്രമേ ഇതെല്ലാം നിങ്ങൾ സ്വയം ഇതിനെ പറ്റി പഠിക്കുക, ഇതിനുള്ളിൽ കയറിയിട്ട്. പിന്നെ വേറൊരു ചെറിയൊരു രംഗം പറയണത്, നമ്മൾ അകാസുര ഈ ചിൽഡ്രൻസ് ക്ലാസ്സിനുള്ളിലത്തെ ശ്ലോകങ്ങളൊന്നും നമ്മൾ ചിൽഡ്രൻസ് ക്ലാസ് ആയിട്ട് കണക്കാൻ പാടില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് പ്രഭുപാദ് അടിച്ചിട്ടുള്ള കൃഷ്ണ ബുക്സ്. അപ്പൊ അതിന്റെ ഉള്ളിൽ അകാസുരന്റെ ഒരു സ്റ്റോറിയുടെ ഉള്ളിൽ അകാസുരന്റെ പിള്ളേര് പാമ്പിന്റെ ഗോപാലങ്ങള് പാമ്പിന്റെ വായുടെ ഉള്ളിൽ കയറുമ്പോ അവര് കൃഷ്ണന്റെ മോൻ നോക്കിയിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് പോണത്. അപ്പൊ എത്ര കോൺഫിഡൻസ് ആണ്, കൃഷ്ണനെ സ്മൈൽ ചെയ്യണു. അപ്പൊ അത് ആ ബൈ ബൈ ചെയ്ത കാരണം കൃഷ്ണന് വലിയൊരു പണിയായിരിക്കാണ്. കൃഷ്ണൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടല്ല പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഈസ് അവർ ലൈഫ്. പിന്നെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ മാത്രമേ നമുക്കിപ്പോ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര കഷ്ടമാണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മെറ്റീരിയൽ വേൾഡിൽ ഇതെല്ലാം ചിന്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങള്, നമുക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ, ഇതെല്ലാം സത്യയുഗ, കലിയുഗ, സത്യയുഗ, ദാപ്പർ, ഇങ്ങനെ ഓരോന്ന് ഉള്ള യുഗത്തിന്റെ ഉള്ളിൽ ഓരോന്നാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ യുഗത്തിന്റെ ഉള്ളിൽ നമുക്ക് വളരെ സിമ്പിൾ പ്ലാറ്റ്ഫോമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രഭുപാദ് ചൈതന്യ മഹാപ്രഭു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുക, മംഗളാരതി ചെയ്യുക, ഭഗവാന് ഭോഗ് വയ്ക്കുക, ചാൻഡിങ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പൊ ഞാൻ ഇത് വരുന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാണ്. എന്റെ മാതാജി ആ ശ്ലോക 333-34 ലാസ്റ്റ് പർപ്പട്ട് ലൈൻ വായിച്ചാൽ മതി. ലാസ്റ്റ് ഉള്ള ലൈൻ പറഞ്ഞിട്ട് വിൽ കൺക്ലൂഡ് അവർ ക്ലാസ്. മാതാജി താങ്ക് യു. പ്രഭുജി എവരിബഡി ആൻഡ് മാതാജി അതൊന്ന് വായിക്കോ പ്ലീസ്. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ഒരു മിനിറ്റ് മാതെ 322 34 പർപ്പട്ട് ലാസ്റ്റ് പാര. ഓക്കെ, പർപ്പട്ട് ലാസ്റ്റ് പാര. അതിന്റെ ഉള്ളിൽ പറയുന്നില്ല ചാൻഡിങ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ വായിക്കാൻ പറഞ്ഞു. ബദ്ധാത്മാക്കളുടെ കാര്യവും പൊതുവെ ഇതിന് സമാനം. ബദ്ധാത്മാവുകൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും കേവലമായ ഇന്ദ്രിയാസ്വാദന വ്യഗ്രതയ്ക്ക് പകരം ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് പോലെ അഥവാ വെളിപ്പെടുത്തപ്പെട്ട ശാസ്ത്രങ്ങൾ വിവരിച്ചിട്ടുള്ളതുപോലെ ക്ഷേത്രത്തിലെയും ഭവനത്തിലെയും കൃഷ്ണ വിഗ്രഹത്തിന്മേലുള്ള നിരന്തരമായ ആരാധനയിലൂടെ അവർക്ക് തങ്ങളുടെ മനസ്സിനെ കൃഷ്ണാവബോധത്തിലേക്ക് ക്രമേണ ഉയർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇന്ന് ആധുനിക നാഗരികതയുടെ അതിപ്രസരം ഭൗതിക ജീവിത രീതിയെ അഥവാ ഇന്ദ്രിയ പ്രീണന രീതിയെ അത്യാസക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള മനുഷ്യ ജീവിതം ഭൗതിക ആസ്വാദനത്തിന് നടുവിലും ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് പൊതുവെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് കഴിയും. ഇന്ദ്രിയ ആസ്വാദനത്തിലുള്ള അവരുടെ പ്രവണതയെ പ്രതിരോധിക്കുകയല്ല, പ്രത്യുത അവരുടെ സ്വഭാവം ക്രമീകരണത്തിലൂടെ ലളിതമാക്കി ആസ്വാദന രീതിയിൽ രുചിഭേദം വരുത്തുകയാണ് കൃഷ്ണാവബോധ ശൈലി. കേവലമായ ഇന്ദ്രിയാസ്വാദനത്തിന് പകരം അവർക്ക് ഭഗവാന്റെ ദിവ്യനാമങ്ങളായ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ജപത്തിലൂടെ അയജ്ഞ ലളിതമായി ഈ ജീവിതത്തിൽ തന്നെ മോചനം സാധ്യമാകും. ശില പ്രഭുപാദ് കി ജയ്. ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് മോചനം കിട്ടും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി ഫോർ ഹെൽപ്പിംഗ് മീ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു ഐശ്വര്യ മാതാജി. താങ്ക് യു ഓൾ ദ ഡിവോട്ടീസ്. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രഭുജി. ഹരേ കൃഷ്ണ.
Hare Krishna. Thank you so much, Prabhu. Hare Krishna. Thank you, Prabhuji and Matais. Thank you. നിർത്താം മതി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി പ്രഭുജി, നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി പ്രഭുജി, വളരെ നന്ദി. പ്രഭു 4 പ്രാർത്ഥന ഉണ്ടല്ലോ, ഭഗവാനോട് 4 കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഏതാണെന്ന് ഒന്നുകൂടെ ദയവായി എന്ന് പറഞ്ഞാലും പ്രഭുജി. അനായാസ മരണം. Sorry, Prabhu, I will be telling. Anayasa Maranam is give me easy death. Vina Dainya Jeevanam. Second line is Vina Dainya Jeevanam. Vina Dainya Jeevanam means നമ്മൾ ആരുടെ മുമ്പിൽ നമുക്ക് ദൈന്യ അവസ്ഥ വരാണ്ടിരിക്കുക. വിനാ ദൈന്യ ജീവനം. ഓക്കെ. കൃപയ അനായാസ മരണം വിനാ ദൈന്യ ജീവനം. ദേഹി മേ കൃപയ കൃഷ്ണ. പ്ലീസ് ഗിവ് മീ കൃഷ്ണ. ദേഹി മേ കൃപയ കൃഷ്ണ. ത്വയ് ഭക്തി അചഞ്ചലാം അൺഡിസ്റ്റർബ്ഡ്. ആ ഡിവോഷണൽ നമുക്ക് തരാനാ പറയുന്നത്, ഭക്തി തരാനാ പറയുന്നത്. ഇത് ഇറ്റ്സ് ലൈക്ക് എ പ്രേയർ. ഇറ്റ്സ് നോട്ട് ഫ്രം ഭാഗവതം, ബട്ട് മഹാരാജിന്റെ വേഴ്സ് ആണ്. നമ്മളെല്ലാവരും നമ്മൾ മോർണിംഗ് ഈവനിങ് എവറി ടൈം വി ക്യാൻ കീപ് റിസൈറ്റിംഗ് ദിസ് ശ്ലോക. അനായാസ മരണം വിനാ ദൈന്യ ജീവനം. ദേഹി മേ കൃപയ കൃഷ്ണ. പ്ലീസ് ഗിവ് മീ കൃഷ്ണ യോർ അൺഡീവിയേറ്റഡ് കൃഷ്ണ ഭക്തി. അതാണ് ആ ചഞ്ചലം. നാച്ചചലം വേർഡ് എനിക്ക് മീനിങ് കിട്ടുന്നില്ല. അത് അയച്ചുതരാം പ്രഭു അതിൽ ശ്ലോകം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു മാതാജി, വളരെ നന്ദി. താങ്ക് യു. ഗ്രൂപ്പിൽ ഇടാമോ മാതാജി ആ ശ്ലോകം? ഹരേ കൃഷ്ണ. നന്നായിട്ട് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. പ്രണാമം പ്രഭുജി, പ്രണാമം. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. Thank you, Prabhu. Thank you, Gaurapriya Maji. Thank you for helping timely. Thank you so much, Maji. Thank you. Thank you. മാതാജി. മാതാജി. ഹരേ കൃഷ്ണ. Thank you. Okay, Mate, we can stop, I think. Okay, bro. Okay. Hare Krishna. Hare Krishna. Hare Krishna.